connecting. So towards the end of this session, you can ask your doubts, okay? And there will be one more session discussing the important questions. But today itself, I will share some of the questions, and you can check whether you are able to answer those questions or not. Okay. So mass media and gender, that is the title of the unit. And the previous lesson as well, we have discussed some of the topics related to this one, just like stereotypical representation of women and objectification of female body. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷെ ആ ഒരു ഭാഗം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ. Then, so media and gender. Okay? How media is representing gender. How media is causing gender discrimination. How media is supporting gender violence. How far media is gender biased. Okay? ഇതിൽ മീഡിയ എന്നുള്ള ഒരൊറ്റ ടേം ആണെങ്കിലും ചിലപ്പോൾ എക്സാമിന് ഹൗ ഫിലിം ഈസ് റെപ്രസെന്റിങ് ഫീമെയിൽസ്, ഹൗ അഡ്വർടൈസ്മെന്റ് ഈസ് റെപ്രസെന്റിങ് ഫീമെയിൽ, വ്യത്യസ്തമായ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. മീഡിയ എന്നുള്ള ഒറ്റ ടേമാണ് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ എക്സാമിന് മീഡിയ എന്ന് തന്നെ ചോദിക്കാം, അതല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്നോ മൂവീസ് എന്നോ അല്ലെങ്കിൽ കാർട്ടൂൺ എന്നോ അതല്ലെങ്കിൽ പിന്നെ ന്യൂസ് ചാനൽസ് ഏത് രൂപത്തിൽ ക്വസ്റ്റ്യൻസ് വരാം. സാധാരണ ചോദിക്കുന്ന 3 ടേം എന്നുള്ളത് ഒന്ന് മീഡിയ, മറ്റൊന്ന് മൂവീസ്, മറ്റൊന്ന് അഡ്വർടൈസ്മെന്റ്. ഈ 3 ടേം വരാറുണ്ട് എക്സാമിന്. ഏത് വന്നാലും ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ് ആൻസർ ചെയ്യേണ്ടത്. സോ മീഡിയ ഈസ് എ പവർഫുൾ ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ. അപ്പൊ നമ്മൾക്ക് ചുറ്റുപാടുകളെ കുറിച്ച് അറിയാം, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ്, ഈ പ്രത്യേക റിലീജിയൻ എങ്ങനെയാണ്, ഈ പ്രത്യേക കാസ്റ്റ് എങ്ങനെയാണ്, how the Thrissur people are talking. Okay? What is the attitude of people from Kollam towards violence? ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് റിയാലിറ്റി ആണോ അല്ലേ എന്നറിയില്ല. But what we think is what media is presenting. Okay? So media is a powerful agent of socialization. It shapes perception of gender roles, identities and expectation. ഓരോ ജെൻഡർ എന്താണ് ചെയ്യേണ്ടത്, ഒരു ജെൻഡർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, അവരിൽ നിന്ന് എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, വാട്ട് മെൻ ഷുഡ് ഡു, വാട്ട് വിമൻ ഷുഡ് ഡു, വാട്ട് ഈസ് ട്രാൻസ്ജെൻഡർ, വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ദേ ആർ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ഫാക്ടർ മീഡിയ ആണ്. സോ ജെൻഡർ റെപ്രസെന്റേഷൻ ഇൻ മീഡിയ ഇൻഫ്ലുവൻസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. വിത്ത് ഡിജിറ്റൽ എക്സ്പാൻഷൻ മീഡിയ ഇമ്പാക്ട് ഈസ് മോർ ഇമ്മീഡിയറ്റ് ആൻഡ് വൈഡ് സ്പ്രെഡ്. ഇപ്പോൾ എല്ലാവരും മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ടിക്ടോക്കോ അതല്ലെങ്കിൽ പിന്നെ ടെലഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അതല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്. അപ്പൊ ഇതിലൂടെ ഒരു അഡ്വർടൈസ്മെന്റ് പുതിയ വന്നാൽ, അല്ലെങ്കിൽ ഒരു മൂവി പുതിയ വന്നാൽ, അതല്ലെങ്കിൽ ഒരു കാർട്ടൂൺ പുതിയ വന്നാൽ, അത് നമ്മുടെ ജെൻഡറിനെ കുറിച്ചുള്ള നമ്മുടെ ആസ്പെക്റ്റിൽ അത് മാറ്റങ്ങൾ വരുത്തും, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരുത്തും. അത് പോസിറ്റീവായിട്ടുണ്ടാവും, നെഗറ്റീവായിട്ടുണ്ടാവും. ഇപ്പൊ എക്സാമിനൊക്കെ എഴുതുമ്പോൾ കൂടുതലായിട്ട് നെഗറ്റീവായിട്ടാണ് അവരെ എക്സാമിൽ ചോദിക്കുക. അതെല്ലാം എഴുതിയതിനു ശേഷം ആണ് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ടുവാർഡ്സ് ചെയ്യേണ്ടി വെക്കാനാണ്. സോ ജെൻഡർ റെപ്രസെന്റേഷൻ ഇൻ മീഡിയ, ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ്. ഇത് മുമ്പ് വന്ന സെക്കൻഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ആ പോയിന്റ് എല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ ആകെ 2-3 പോയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഈ ഒരു സെഷന്റെ അവസാനത്തിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഹൗ മച്ച് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദിസ് ടോപ്പിക്. സോ ജെൻഡർ റെപ്രസെന്റേഷൻ ഇൻ മീഡിയ refers to how men and women and other identities are portrayed. മീഡിയയിൽ എങ്ങനെയാണ് മെന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, പോർട്രേ ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്, വിമനിനെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്, ട്രാൻസ്ജെൻഡറിനെ അല്ലെങ്കിൽ ബൈസെക്ഷലിനെ അല്ലെങ്കിൽ ഗേ, ലെസ്ബിയൻ, ഇവരൊക്കെ എങ്ങനെയാണ് മീഡിയ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലൊരു ടോപ്പിക്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിലിംസ്, അഡ്വർടൈസ്മെന്റ്, ന്യൂസ് ആൻഡ് സോഷ്യൽ മീഡിയ. ഇതിലേത് ടേം എക്സാമിന് ചോദിക്കാം. മീഡിയ എന്നുള്ള ടേം ചോദിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് ചോദിക്കാം, ന്യൂസ്, അഡ്വർടൈസ്മെന്റ്, ഫിലിംസ്, whatever that term will be, the answer is almost similar. So representation can be realistic, stereotypical or progressive. 3 രൂപത്തിൽ മീഡിയക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം. ഒന്ന് റിയലിസ്റ്റിക്, സൊസൈറ്റിയിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ കാണിക്കാം. അല്ലെങ്കിൽ സ്റ്റീരിയോടിപ്പിക്കൽ, കാലങ്ങളായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ വിശ്വാസം അതനുസരിച്ച് കാണിക്കാം. അല്ലെങ്കിൽ പ്രോഗ്രസീവ്, വളരെ പുരോഗമനാത്മകമായിട്ട് കാണിക്കും. ഈ പ്രോഗ്രസീവ് എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മീഡിയ അങ്ങനെയാണ് ചെയ്യേണ്ടത്. മെൻ ആൻഡ് വിമൻ ആർ ഈക്വൽ.
or women should be given same amount of wage or salary that men are getting. ഇതൊക്കെ കാണിക്കേണ്ടത് മീഡിയയാണ്. ഇപ്പൊ പ്രോഗ്രസീവ് ആയിട്ട് കാണിക്കാം, സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ട് കാണിക്കാം, റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കാം. ഈ 3 വാക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് റിയലിസ്റ്റിക്, വാട്ട് ഈസ് സ്റ്റീരിയോടിപ്പിക്കൽ ആൻഡ് വാട്ട് ഈസ് പ്രോഗ്രസീവ്. മീഡിയ ബോത്ത് റിഫ്ലക്ട്സ് ആൻഡ് കൺസ്ട്രക്ട്സ് സോഷ്യൽ റിയാലിറ്റി. ഇപ്പൊ നമ്മൾ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞല്ലോ, അതാണ് റിഫ്ലക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രക്ട് അത് സ്റ്റീരിയോടിപ്പിക്കൽ ആവാം, പ്രോഗ്രസീവ് ആവാം. അപ്പൊ ഒരു റിയാലിറ്റിയെ മീഡിയ കാണിക്കാം അതേപോലെ, അല്ലെങ്കിൽ റിയാലിറ്റിയെ വളച്ചൊടിച്ച് ഉണ്ടാക്കുകയും ചെയ്യാം. അത് പോസിറ്റീവായിട്ട് ഉണ്ടാക്കാം, നെഗറ്റീവായിട്ട് ഉണ്ടാക്കാം. it influences how individuals understand gender roles. നമ്മൾ എങ്ങനെയാണ് ജെൻഡർ റോൾസ് മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും മീഡിയയിലൂടെയാണ്. അപ്പൊ ഇത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇതിൽ പറഞ്ഞ ഓരോ വാക്കും നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. റിയലിസ്റ്റിക് എന്നുള്ളതും സ്റ്റീരിയോടിപ്പിക്കൽ എന്നുള്ളതും പ്രോഗ്രസീവ് എന്നുള്ളതും റിഫ്ലക്റ്റ് എന്നുള്ള വാക്കും കൺസ്ട്രക്ട് എന്നുള്ള വാക്കും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇതിലേതെങ്കിലും ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്യണമെങ്കിലോ ഇതിലേതെങ്കിലും വേർഡ് മനസ്സിലാക്കാത്തുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് നൗ. I hope everyone has understood. Okay. Then, stereotypical representation of gender, men as strong. ഇതൊക്കെ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് സെന്റൻസ് ആക്കി കൊടുക്കാതെ പോയിന്റ് ആക്കി കൊടുത്തിട്ടുള്ളത്. men strong, dominant, unemotional, decision makers. ഇങ്ങനെയൊക്കെയാണ് സാധാരണ. ഇതൊക്കെ സ്റ്റീരിയോടിപ്പിക്കൽ ആണ്. സ്ട്രോങ്, പ്രോഗ്രസീവ് അല്ല, റിഫ്ലക്റ്റീവ് അല്ല, സ്റ്റീരിയോടിപ്പിക്കൽ ആണ്. സ്ട്രോങ്, ഡോമിനന്റ്, അൺഇമോഷണൽ, ഡിസിഷൻ മേക്കേഴ്സ്. വെരി സ്ട്രോങ് ആണ്, ഡോമിനന്റ് ആണ്, സാധാരണ കരാറൊന്നുമില്ല, അവരാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. വിമൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇമോഷണൽ ആണ്, നേച്ചറിങ്, അവർ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് ചെയ്യുന്നവരാണ്, സ്വന്തമായി തീരുമാനിക്കുന്നവരല്ല. ഡിപ്പെൻഡന്റ് ആണ്, ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. ആൻഡ് ബ്യൂട്ടി ഫോക്കസ്ഡ്, അവരവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സ്കിൽ, ക്വാളിഫിക്കേഷൻ ഇതിനേക്കാളൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിലാണ്. ബ്യൂട്ടി ഫോക്കസ്ഡ്. അതർ ജെൻഡേഴ്സ്, ബാക്കിയുള്ള ബൈസെക്ഷൽ ആണെങ്കിൽ ബാക്കിയുള്ള ട്രാൻസ്ജെൻഡർ ഒക്കെ അവരൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നത്? ഓഫൺ ഇഗ്നോർ, ചിലപ്പോൾ മീഡിയ അവർ കാണിക്കാറില്ല. ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ഹീറോ ആയിട്ടുള്ള ഒരു മൂവി വളരെ വിരലുണ്ടാവുന്ന 1 or 2 ഉള്ളൂ ട്രാൻസ്ജെൻഡർ. ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഒന്നെങ്കിൽ വില്ലൻ ആയിരിക്കും, ഹീറോ ആയിട്ട് ആരും ഉണ്ടാവില്ല. ഗേ ആൻഡ് ലെസ്ബിയൻ ഒക്കെ വളരെ മോശമായിട്ടാണ് മൂവീസ് കാണിക്കാറുള്ളത്. ഓഫൺ ഇഗ്നോർ ഓർ പോർട്രേഡ് ഇനക്യുറേറ്റ്. സ്റ്റീരിയോടൈപ്സ് ഓവർ സിംപ്ലിഫൈ കോംപ്ലക്സ് ഐഡന്റിറ്റീസ്. ശരിക്ക് എന്തുകൊണ്ട് വിമൻ ഡിപ്പെൻഡന്റ് ആയി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാൻ ഡോമിനന്റ് ആയത്? ഇത് ഭയങ്കര കോംപ്ലക്സ് ഐഡിയ ആണ്. ഇതിന് വളരെ സിമ്പിൾ ആയിട്ട്, അത് നോർമൽ ആയിട്ടാണ് മീഡിയ കാണിക്കാറുള്ളത്. സ്റ്റീരിയോടൈപ്സ് ഓവർ സിംപ്ലിഫൈ കോംപ്ലക്സ് ഐഡന്റിറ്റീസ്. Then reinforces rigid gender expectation society. ഇത്രയും 21st century ആയിട്ടും ഇപ്പോഴും ഇറങ്ങുന്ന മലയാള സിനിമയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമയിൽ ഇറങ്ങുന്ന പിന്നെ സിനിമയിൽ കാണിക്കുന്ന കഥാപാത്രങ്ങളിൽ മെൻ ആണ് ഡോമിനന്റ്, മെൻ ആണ് പിന്നെ ഡിസിഷൻ മേക്കേഴ്സ്. ഒരു വിമൻ ഡിസിഷൻ മേക്കർ ആകുമ്പോഴത്തിന് അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതിനെ പിന്നെ പ്രേക്ഷകരെല്ലാം പെണ്ണിനെ കളിയാക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. സോ റീഇൻഫോഴ്സസ് റിജിഡ് ജെൻഡർ എക്സ്പെക്ടേഷൻ റിയാലിറ്റി. സോ ജെൻഡർ റെപ്രസെന്റേഷൻ, മീഡിയ, സ്റ്റീരിയോടിപ്പിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ജെൻഡർ, ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഇപ്പൊ ഇതിന്റെ പിന്നെ സെഷന്റെ അവസാനത്തിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ഇതിലെല്ലാ കാര്യങ്ങളും ഒരേ ആൻസറിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. ഇങ്ങനെ 2 ടേമുകളാണ് ഞാൻ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് അണ്ടർ റെപ്രസെന്റേഷൻ, സെക്കൻഡ് വൺ ഈസ് മിസ് റെപ്രസെന്റേഷൻ. ഈ 2 വാക്കും ഇതിന്റെ ആശയം മുമ്പ് ഡിസ്കസ് ചെയ്താണെങ്കിലും ഈ 2 ടേം നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, യു ക്യാൻ എക്സ്പെക്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ പിന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. വാട്ട് ഈസ് അണ്ടർ റെപ്രസെന്റേഷൻ ഓർ വാട്ട് ഈസ് മിസ് റെപ്രസെന്റേഷൻ. അതല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുമ്പോൾ ഈ ടേം ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് അണ്ടർ റെപ്രസെന്റേഷൻ. വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ബൈസെക്ഷന്റെ കാര്യം, ഗേ ലെസ്ബിയൻ ഓർ പിന്നെ ട്രാൻസ്ജെൻഡർ, ഇവരൊക്കെ സാധാരണ അല്ലെങ്കിൽ വിമൻ ആണെങ്കിൽ പോലും അണ്ടർ റെപ്രസെന്റേഷൻ ആണ്. അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം, വേണ്ടത്ര സ്ക്രീൻ സ്പേസ്. ഇപ്പൊ 2 മണിക്കൂറിന്റെ സിനിമയാണെങ്കിൽ അതിൽ 1.5 മണിക്കൂറും ഹീറോയുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. അവിടെ ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ മാത്രമായിരിക്കും ഒരു വിമൺ ഉണ്ടാവുക. ഓക്കെ,
So underrepresentation refers to the limited or absence of certain gender groups in media content. Media content ചില ജെൻഡർ ഗ്രൂപ്പ് തീരെ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം. വിമൻ ആണെങ്കിൽ വളരെ കുറച്ച്, പിന്നെ ട്രാൻസ്ജെൻഡർ ആണ് ചിലപ്പോൾ തീരെ ഇല്ലാതിരിക്കുക. വിമൻ, നോൺ ബൈനറി ആൻഡ് ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ് ഓഫൺ റിസീവ് ലെസ് സ്ക്രീൻ ടൈം. അവർക്ക് സ്ക്രീൻ ടൈം വളരെ കുറവായിരിക്കും. ഫ്യൂവർ സ്പീക്കിംഗ് റോൾസ്, അല്ലെങ്കിൽ ഡയലോഗ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ മിനിമൽ വിസിബിലിറ്റി, അവരെ കാണിക്കുന്നത് വളരെ കുറവായിരിക്കും. എക്സാമ്പിൾ, fewer female experts in news panels compared to the male expert. ന്യൂസ് വായിക്കുന്ന ആൾക്കാരുമാണ് ചിലപ്പോൾ ഫീമെയിൽസ് ഉണ്ടാവുക, പക്ഷെ ഒരു ഡിസ്കഷൻ ആങ്കർ ചെയ്യുന്ന വളരെ വിമൻ കുറവാണ്, കൂടുതലായിട്ട് മെനാണ്. കേരളത്തിൽ പിന്നെയും വിമൻ റെപ്രസെന്റേഷൻ ഉണ്ട്, ബാക്കിയുള്ള സ്ഥലത്ത് നോക്കാണെങ്കിൽ കൂടുതൽ മെൻ മാത്രമാണുള്ളത്. ഇറ്റ് ക്രിയേറ്റ്സ് ദ ഇംപ്രഷൻ ദാറ്റ് ദീസ് ഗ്രൂപ്പ്സ് ആർ ലെസ് ഇമ്പോർട്ടന്റ് ഓർ ലെസ് കേപ്പബിൾ. ഇങ്ങനെ കാണിക്കുമ്പോൾ, വിമൻസിനെ തീരെ കാണിക്കാതിരിക്കുമ്പോൾ, ട്രാൻസ്ജെൻഡർ തീരെ കാണിക്കാതിരിക്കുമ്പോൾ സൊസൈറ്റി വിചാരിക്കുന്നത് ദേ ആർ നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്, അവർ അത്രത്തോളം പ്രാധാന്യമുള്ള വിഭാഗമല്ല. സോ ദിസ് ഈസ് അണ്ടർ റെപ്രസെന്റേഷൻ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇഫ് യു ഹാവ് ഡൗട്ട്സ് യു കൻ ആസ്ക്. ഓക്കെ, യു കൻ ഇന്റർഫിയർ അറ്റ് എനി ടൈം. ദെൻ മിസ് റെപ്രസെന്റേഷൻ, തെറ്റായി കാണിക്കുക. അണ്ടർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ വേണ്ടത്ര കാണിക്കാതിരിക്കലാണ്, പക്ഷെ മിസ് റെപ്രസെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റായി കാണിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ഗേ എന്നുള്ള ഒരാൾ വളരെ എപ്പോഴും മോശക്കാരനായിരിക്കും, അല്ലെങ്കിൽ ലെസ്ബിയൻ എപ്പോഴും മോശക്കാരിയായിരിക്കും, അതല്ലെങ്കിൽ ബൈസെക്ഷൽ ഒരു വില്ലനായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അവർ എന്തോ പിന്നെ ഒരു ശപിക്കപ്പെട്ട വിഭാഗമാണ്. ദാറ്റ് ഈസ് മിസ് റെപ്രസെന്റേഷൻ. മിസ് റെപ്രസെന്റേഷൻ ഒക്കേഴ്സ് വെൻ ജെൻഡേഴ്സ് ആർ പോർട്രേഡ് ഇനക്യുറേറ്റ്ലി, തെറ്റായിട്ട്, അൺഫെയർലി, അല്ലെങ്കിൽ നീതിയില്ലാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ സ്റ്റീരിയോടിപ്പിക്കലി അവരെ പറ്റിയുള്ള സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് അതേപോലെ കാണിക്കും. ദാറ്റ് ഈസ് മിസ് റെപ്രസെന്റേഷൻ. So instead of realistic portrayals, media shows distorted, വളച്ചൊടിച്ച കാര്യങ്ങൾ, or exaggerated, അല്ലെങ്കിൽ പർവ്വതീകരിച്ച കാര്യങ്ങളൊക്കെ കാണിക്കും. എക്സാമ്പിൾ, വിമൻ ഷോൺ ഓൺലി ആസ് ഇമോഷണൽ ആൻഡ് ഡിപെൻഡന്റ്. വിമൻ എപ്പോഴും ഇമോഷണൽ ആയിരിക്കും, എപ്പോഴും പെട്ടെന്ന് കരയും, അല്ലെങ്കിൽ അവരെപ്പോഴും ഒരു പുരുഷനെ ആശ്രയിച്ചായിരിക്കും ജീവിക്കാം. മെൻ ആസ് അഗ്രസീവ് ആൻഡ് ഡോമിനന്റ്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നോൺ ബൈനറി ഐഡന്റിറ്റീസ് മേ ബി ഷോൺ ആസ് കോമിക് റിലീഫ് ഓർ മിസ്അണ്ടർസ്റ്റുഡ് ക്യാരക്ടേഴ്സ്. ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഗേ ലെസ്ബിയനെ കാണിക്കുമ്പോൾ ഒരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ക്രൂരനായിട്ടുള്ള ആളായിട്ടും കാണിക്കാം, മൂവീസിലാണെങ്കിലും അഡ്വർടൈസ്മെന്റിലാണെങ്കിലും. സോ ദാറ്റ് ഈസ് മിസ് റെപ്രസെന്റേഷൻ. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദീസ് ടു ടേംസ്. ഓക്കെ, അണ്ടർ റെപ്രസെന്റേഷൻ ആൻഡ് മിസ് റെപ്രസെന്റേഷൻ. Is it clear? Do I need to repeat any of these points? Okay. Then, another term, okay, male gaze. Okay, ഇതും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതേപോലെ എസ്സേയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടേമാണ്. ഓക്കെ, മിസ് റെപ്രസെന്റേഷൻ, അണ്ടർ റെപ്രസെന്റേഷൻ, മെയിൽ ഗേസ്. ദർ ആർ 3 ടേംസ്. ഓക്കെ, ഇത് മൂന്നും പിന്നെ 5th മൊഡ്യൂളിൽ വരുന്ന ടേമുകളാണ്. സോ ദ മെയിൽ ഗേസ് റെഫേഴ്സ് ടു ദ വേ മീഡിയ പ്രസന്റ് വിമൻ ഫ്രം എ heterosexual male perspective. Okay. The concept was introduced by Laura Mulvey. So Laura Mulvey പിന്നെ കോയിൻ ചെയ്ത ടേമാണ് മെയിൽ ഗേസ്. അതായത് വുമണെ കാണിക്കുന്നത് ഒരു പുരുഷന്റെ ആംഗിളിലൂടെ ആയിരിക്കണം. ഇപ്പോൾ ഒരു ഹീറോയിൻ എങ്ങനെ ആയിരിക്കണം, അത് ഒരു പുരുഷനായിട്ടുള്ള ഡയറക്ടർ തീരുമാനിക്കും. ഹീറോയിൻ എങ്ങനെ ആയിരിക്കണം, ആക്ട്രസ് എങ്ങനെ ആയിരിക്കണം. ഒരു വാട്ട് ഈസ് ദ ബെസ്റ്റ് കോസ്റ്റ്യൂം ഫോർ എ വുമൺ, also what is the best dress for a woman, okay, how a woman should appear in front of the media, ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? എ മെയിൽ, എ മാൻ. ഓക്കെ, ഒരു ആണാണ് തീരുമാനിക്കുന്നത് പെണ്ണ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. പെണ്ണിനെ കാണിക്കുന്നത് ആണിന്റെ ആംഗിളിലൂടെ ആയിരിക്കും. ഇപ്പൊ ഒരു സിനിമയിലൊരു ഇതാണെന്ന് നോക്കി, ഒരു സോങ്ങിന്റെ ചിത്രീകരണം വിചാരിക്കാം. അപ്പോ അതിൽ ഒരിക്കലും ഒരു സ്വിം സ്യൂട്ടിലാണ് വരൂല. ഓക്കെ, ഒരു സ്വിം സ്യൂട്ടിൽ എപ്പോഴും ഒരു പെണ്ണേ വരാറുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹാഫ് നേക്കഡ് ആയിട്ട് ഒരു മെയിൽ വന്നിട്ട് ഡാൻസ് ചെയ്യൂല, എപ്പോഴും ഒരു ഹാഫ് നേക്കഡ് ആയിട്ടുള്ള വുമണേ വരുള്ളൂ. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ബിക്കോസ് everything is presenting through a male gaze. I hope you have understood that term, male gaze. Okay, women are often shown as objects of visual pleasure. ആണുങ്ങൾക്ക് കാണുമ്പോൾ താല്പര്യം തോന്നുന്ന രൂപത്തിലുള്ള ഒബ്ജക്റ്റ് ആയിട്ടാണ് വിമനെ കാണിക്കുന്നത്. rather than as independent individuals. അവരുടെ ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് കാണിക്കാതെ ഒബ്ജക്ട്സ് ഓഫ് വിഷ്വൽ പ്ലഷർ, കാണുമ്പോൾ സന്തോഷം തോന്നണം. ആർക്ക്? ടു ദ മെയിൽ ഓഡിയൻസ്.
And focus is placed more on appearance rather than personality or ability. ഒരു വുമണെ സെലക്ട് ചെയ്യുമ്പോൾ ഫോർ എ ന്യൂസ് റീഡിംഗ് ഓർ ഫോർ ആസ് എൻ ആക്ട്രസ് എങ്ങനെ ആയാലും അതൊരു അവരുടെ എബിലിറ്റിയോ പേഴ്സണാലിറ്റിക്ക് അപ്പുറം അപ്പിയറൻസ് കാണാൻ എങ്ങനെയുണ്ടെന്ന് മാത്രം, ഏജ് എത്രയാണ്, കാണാൻ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് അത് നോക്കുന്നത്. അത് പിന്നെ സിനിമയ്ക്കുള്ള ഓഡിഷൻ ആണെങ്കിലും അഡ്വർടൈസ്മെന്റ് ഓഡിഷൻ ആണെങ്കിലും ഒരു ജോബ് ഇന്റർവ്യൂ ആണെങ്കിലും focus is placed more on appearance rather than personality or ability. Common in films, advertisements, music videos and even social media. ഇതിലൊക്കെ അങ്ങനെയാണ്. ഫിലിം ആണെങ്കിലും അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും മ്യൂസിക് വീഡിയോസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒക്കെ വിമനെ സെലക്ട് ചെയ്യുന്നത് നോട്ട് ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടർ, നോട്ട് ബേസ്ഡ് ഓൺ ദെയർ ബിഹേവിയർ, നോട്ട് ബേസ്ഡ് ഓൺ ദെയർ ക്വാളിഫിക്കേഷൻ, നോട്ട് ബേസ്ഡ് ഓൺ ദെയർ ഇൻഡിവിജ്വാലിറ്റി, ബട്ട് ദെയർ ഫിസിക്കൽ അപ്പിയറൻസ്. Camera angles that focus on women's body parts rather than the whole person. ഒരു അവാർഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു നായകനും നായികയും വരികയാണ്. ഇപ്പൊ നായകൻ വരുമ്പോൾ ഫുള്ള് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ക്യാമറ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നായികയാകുമ്പോൾ മുകളിൽ നിന്നും താഴെ നിന്നും സൈഡിൽ നിന്നൊക്കെ ക്യാമറ ആംഗിൾസ് പോകും. ഒരു വുമന്റെ ബോഡിയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഫീമെയിൽ ക്യാരക്ടർ exist to support or attract male character. എന്തിനാണ് ഒരു സിനിമയിൽ നായിക? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് an actress in a movie? അത് either to support a male character or to attract a male character. ഒരു പ്രധാനപ്പെട്ട സിനിമ എടുക്കുക, ആ സിനിമയിൽ നിന്ന് ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ മാറ്റിയിട്ട് മറ്റൊരു ഫീമെയിൽ ക്യാരക്ടറാണ്. ഇപ്പൊ കാവ്യ മാധവിന് പകരം മീര ജാസ്മിൻ അഭിനയിച്ചാലും ഇവർ രണ്ടാൾക്ക് പകരം മറ്റൊരു നായിക അഭിനയിച്ചാലും അല്ലെങ്കിൽ ഇവരുടെ റോള് പാടെ സിനിമയിൽ നിന്ന് നീക്കിയാൽ പോലും the main plotine അതൊരിക്കലും എന്താവില്ല അഫക്റ്റ് ചെയ്യൂല. I hope it is clear what is male gaze. So we discussed 3 terms, okay? Misrepresentation, underrepresentation, male gaze, okay? Another term, ഈ term നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ്, okay? Toxic masculinity, okay? പക്ഷെ ഇതിലൊന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് 5th മൊഡ്യൂൾ, okay? വാട്ട് ഈസ് ടോക്സിക് മാസ്കുലിനിറ്റി പറഞ്ഞാൽ ഒരു പൗരുഷം, അതാണ് മാസ്കുലിനിറ്റി. ടോക്സിക് മാസ്കുലിനിറ്റി പറഞ്ഞാൽ ഒരു പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് എല്ലാവരും എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാം. കൊമ്പമീശ വേണം, ഭയങ്കര ക്രൂരനായിരിക്കണം, പൈങ്കിളി ആവരുത്, റൊമാൻസ് കാണിക്കരുത്, സ്നേഹം പ്രകടിപ്പിക്കരുത്, ഇതൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് നമ്മൾ ടോക്സിക് മാസ്കുലിനിറ്റി. So culture norms that associate masculinity with dominance and emotion suppression. കരയാതെ, ചിരിക്കാതെ, സ്നേഹം പ്രകടിപ്പിക്കാതെ, ഭയങ്കര ഡോമിനന്റ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു മെയിൽ. ഇറ്റ് എൻകറേജസ് അഗ്രഷൻ ആൻഡ് ഡിസ്കറേജസ് വൾനറബിലിറ്റി ഇൻ മെൻ. ഇപ്പൊ എപ്പോഴും ഭയങ്കര അഗ്രസീവ് ആയിരിക്കണം മെൻ. എൻകറേജ് അഗ്രഷൻ ആൻഡ് ഡിസ്കറേജസ് വൾനറബിലിറ്റി ഇൻ മെൻ. അതായത് കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, സ്നേഹം പ്രകടിപ്പിക്കാൻ പാടില്ല, കൊഞ്ചാൻ പാടില്ല, പങ്കിളിയാവാൻ പാടില്ല, ഇതൊക്കെ ഡിസ്കറേജ് ചെയ്യും. മീഡിയ ഓഫൻ ഗ്ലോറിഫൈ സച്ച് ബിഹേവിയർ. ചിലപ്പോൾ മീഡിയക്ക് ഇങ്ങനത്തെ ഒരു മെയിലിനെയാണ് ഗ്ലോറിഫൈ ചെയ്യാറുള്ളത്. ഹാർംഫുൾ ടു ബോത്ത് മെൻ ആൻഡ് സൊസൈറ്റി. ഇത് ആണുങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, സൊസൈറ്റിക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇത് മീൻസ് ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെന്റ്. ആണുങ്ങൾക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, അതേപോലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. കാരണം അവർക്ക് ചിരിക്കുകയോ സ്നേഹം പ്രകടിപ്പിക്കുകയോ ഒന്നും അവർ ചെയ്യൂല. സോ ദിസ് ഈസ് ടോക്സിക് മാസ്കുലിനിറ്റി. സോ ദീസ് ആർ സം ഇമ്പോർട്ടൻറ്റ് ടേംസ്, ഓക്കെ? Underrepresentation, misrepresentation, male gaze and toxic masculinity. Okay, I hope everything is clear. Then psychological effects on individuals. ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. പിന്നെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പല സ്ഥലത്തായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലൈഡ് കൊടുത്തത് ഇത് മാത്രമാണെന്ന് വിചാരിക്കരുത്. പല മൊഡ്യൂളായിട്ട് ഇതിന്റെ സ്ലൈഡുകളുണ്ട്. ഇത് ഷേപ്പ് സെൽഫ് ഇമേജ് ആൻഡ് ഐഡന്റിറ്റി ഫോർമേഷൻ. ഇതൊക്കെ കാണുമ്പോൾ ഈ മീഡിയയിൽ ഇങ്ങനെ സ്ത്രീ എങ്ങനെ കാണിക്കുന്നു കാണുമ്പോൾ, അല്ലെങ്കിൽ മെയിലിനെ ഇങ്ങനെ കാണിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈസെക്ഷനെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നോൺ ബൈനറിയെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗേനെ കാണിക്കുമ്പോൾ, ഇതൊക്കെ കാണിക്കുമ്പോൾ ഷേപ്പ് സെൽഫ് ഇമേജ്, ഒരാൾക്ക് അയാളെ കുറിച്ചുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ഐഡന്റിറ്റി ഫോർമേഷൻ, അയാളുടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇത് ക്രിയേറ്റ്സ് പ്രഷർ ടു കൺഫേം ടു ഐഡിയലൈസ്ഡ് ജെൻഡർ റോൾസ്. അപ്പോൾ ഞാനൊരു ആണാണെങ്കിൽ എനിക്ക് മീശ നിർബന്ധമാണ്, ഞാൻ ചിരിക്കാൻ പാടില്ല, ഞാൻ കരയാൻ പാടില്ല. ഇതൊക്കെ ഓരോരുത്തർ തീരുമാനിക്കും. അവരുടെ ഐഡന്റിറ്റി അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും, അവരുടെ ജെൻഡർ റോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും ബിക്കോസ് ഓഫ് ദ മീഡിയ റെപ്രസെന്റേഷൻ. ലീഡ്സ് ടു ആങ്സൈറ്റി ഓർ ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ഐഡന്റിറ്റി കോൺഫ്ലിക്ട്. ചിലപ്പോൾ
പിന്നെ മീഡിയയിൽ കാണിക്കുന്ന രൂപത്തിലല്ല ഇപ്പൊ എന്റെ ഹൈറ്റ് കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് തടി കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് മീശ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് താടിയില്ല, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരാളാണ് ഞാനെങ്കിൽ എനിക്ക് ആങ്സൈറ്റി ആയിരിക്കും, എനിക്ക് അഭിമാനക്കുറവുണ്ടാവും. എന്റെ ഐഡന്റിറ്റി, ഞാൻ വെദർ ഐ ആം എ മെയിൽ ഓർ നോട്ട്, ഞാൻ ആണ് തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോകും. It influences behavior, especially among youth. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ ക്രൈസിസ്, ഇതിന്റെ ട്രോമ, ഇതിന്റെ ഒരു പ്രോബ്ലം, ഇതിന്റെ ഡെസ്പറേഷൻ, ഇതിന്റെ ഒരു ഡിസപ്പോയിന്റ്മെന്റ്, ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോബ്ലംസ് എല്ലാം പ്രധാനമായിട്ടുണ്ടാവുന്ന യൂത്തിനായി. സോ ഇന്റർണലൈസേഷൻ ഓഫ് സ്റ്റീരിയോടൈപ്സ് അഫക്ട് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ അങ്ങനെ സ്റ്റീരിയോടൈപ്സ് നമ്മൾ ഇന്റർണലൈസ് ചെയ്യപ്പെടുന്നത്, മെയിൽ ഇങ്ങനെ ആയിരിക്കണം, ഫീമെയിൽ ഇങ്ങനെ ആയിരിക്കണം, ഗേ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ഇതിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. അവിടെ നമ്മളുടെ ഒരു നോളജിന്റെ ഭാഗമാക്കി മാറ്റിയാൽ, നമ്മൾ ഇന്റേണലൈസ് ചെയ്താൽ, പിന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിനെ നമ്മളെ ബാധിക്കും. അപ്പൊ ഞാൻ സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു ഗേനെ കണ്ട് ഞാൻ എങ്ങനെയാണ് അവളെ ഫ്രണ്ട് ആക്കാൻ പറ്റൂല, ലെസ്ബിയനോട് ഞാൻ എന്ത് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവേണ്ടത്, ഒരു ബൈസെക്ഷനെ കണ്ടാൽ ഞാൻ എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ മീഡിയ പ്രസന്റേഷനിലൂടെയാണ്. ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യന്റെ ഭാഗമാണ്. പിന്നെ ആ ടോപ്പിക് വരുന്നുണ്ട്, സെൽഫ് ക്രിയേഷൻ എന്നുള്ളത്. ഓക്കെ, നമ്മൾ ആ ഡിസ്കഷൻ വരുന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ. ഓക്കെ, ഇത് അതിന്റെ ഭാഗമാണ്, ഈ ഒരു സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഓൺ ഇൻഡിവിജ്വൽ. ഇതിൽ സെൽഫ് ഇമേജ്, അതേപോലെ സെൽഫ് എസ്റ്റീം, സെൽഫ് എഫിക്കസി, പിന്നെ അങ്ങനെ തിയറി ഓഫ് സെൽഫ്, ഇതൊക്കെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ജെൻഡർ ബയാസ്ഡ് ലാംഗ്വേജ്, അടുത്തൊരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ ആണ് ജെൻഡർ ബയാസ്ഡ് ലാംഗ്വേജ്. മുമ്പ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു, ഇപ്പൊ ചെയർമാനും ചെയർപേഴ്സണൊക്കെ ടേമൊക്കെ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് ഓൾ ലാംഗ്വേജസ് ആർ ജെൻഡർ ബയാസ്ഡ്. മലയാളമാണെങ്കിലും പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും, നിങ്ങൾക്കറിയുന്ന ഏത് ഭാഷ എടുത്തു നോക്കിയാലും ഇറ്റ് ഈസ് ജെൻഡർ ബയാസ്ഡ്. മെയിൽ ഡോമിനൻസ് അതിലുണ്ടാവും, മെയിൽ ഡോമിനേഷൻ ഉണ്ടാവും ലാംഗ്വേജ്. അത് വാക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ജെൻഡർ ബയാസ്ഡ് ലാംഗ്വേജ് റെഫേഴ്സ് ടു വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് ദാറ്റ് ഫേവർ വൺ ജെൻഡർ ഓവർ അതർ. ഒരു ജെൻഡറിനേക്കാൾ മറ്റൊരു ജെൻഡറിന് ഫേവറബിൾ ആയിട്ടുള്ള വാക്കുകൾ, എക്സ്പ്രഷനൊക്കെ ലാംഗ്വേജിനെയാണ് ജെൻഡർ ബയാസ്ഡ് ലാംഗ്വേജ് ഓക്കെ എന്ന് പറയുന്നത്. ഇറ്റ് ഓഫൻ റിഫ്ലക്ട്സ് ഹിസ്റ്റോറിക്കൽ മെയിൽ ഡോമിനൻസ് ഇൻ സൊസൈറ്റി ആൻഡ് ലാംഗ്വേജ് യൂസ്. അത് ഏത് ഭാഷ എടുത്ത് നോക്കിയാലും മെയിൽ ഡോമിനന്റ് ആയിരിക്കും, പിന്നെ ഏത് ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിലും. ഇറ്റ് ഷേപ്സ് ഹൗ പീപ്പിൾ തിങ്ക് അബൌട്ട് ജെൻഡർ റോൾസ് ആൻഡ് ഐഡന്റിറ്റീസ്. വാക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഡോക്ടറാണ്, പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടോ, ഡോക്ടറാണോ ലേഡി ഡോക്ടറാണോ ചോദിക്കും. ഇപ്പൊ ഡോക്ടറാണോ ലേഡി ഡോക്ടറാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറാണോ കൊണ്ട് ചോദിക്കുന്നത് അവിടെ ആണാണെന്നുള്ളതും, ലേഡി ഡോക്ടറാണെന്ന് ചോദിക്കുന്നത് പിന്നെ പെണ്ണാണെന്ന്. അപ്പോൾ സാധാരണ ഡോക്ടർ ആണാണ് ആവേണ്ടത്, ചിലപ്പോൾ ലേഡി ഡോക്ടർ ഉണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ നഴ്സുമാർ കുറെ ഉണ്ട്, ഒരു മെയിൽ നേഴ്സും ഉണ്ട് എന്ന് പറയും. ഇപ്പൊ നഴ്സുമാർ കുറെ ഉണ്ടാണ്, ഫീമെയിലാണ്. ഒരു മെയിൽ നേഴ്സ് ഉണ്ടാണ്, ഒരാണ്. അപ്പൊ സാധാരണ നേഴ്സിംഗ് ജോലി പെണ്ണുങ്ങൾക്കാണ്, മെയിൽ നേഴ്സ് അപൂർവമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫയർമാൻ, പിന്നെ തീ അണക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ പോലും അയാളെ വിളിക്കുക ഫയർമാൻ എന്നാ വിളിക്കുക. ഫയർ വുമൺ എന്നൊരു ടേം അത്രത്തോളം ഇംഗ്ലീഷിൽ സാധാരണ കോമൺ അല്ല. അപ്പൊ അത്രത്തോളം ജെൻഡർ ബയാസ്ഡ് ആണ് ലാംഗ്വേജ് എന്നത്. സോ ജനറിക് മാസ്കുലിൻ ടേംസ്, ഇതാണ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ. യൂസിങ് മെയിൽ ടേംസ് ടു റെപ്രസെന്റ് ഓൾ പീപ്പിൾ. നമ്മൾ വിചാരിക്കും ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് പറഞ്ഞാൽ മനുഷ്യന്റെ പിന്നെ ചരിത്രം എന്നാണ്. പക്ഷെ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ എന്നോ, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് പിന്നെ ഹ്യൂമൻ ബീയിങ് എന്നൊന്നും പറയാതെ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് എന്ന് പറയാം. അത് ആണെന്ന വർഗത്തിന്റെ ചരിത്രമല്ല, മൊത്തത്തിൽ മനുഷ്യന്റെ ചരിത്രമാണെങ്കിൽ പോലും മാൻകൈൻഡ് എന്ന് വാക്ക് ഉപയോഗിക്കും. ചെയർമാൻ എന്ന് വാക്ക് ഉപയോഗിക്കും. ഓക്കെ, ഇപ്പൊ അടുത്താണ് ചെയർപേഴ്സൺ എന്നുള്ളത് വന്നത്. മറ്റേത് ചെയർമാൻ ആയിട്ടൊരു പെണ്ണാണ് ഉള്ളത് എന്നാ പറയും. ഓക്കെ, പിന്നെ പോലീസ്മാൻ, പോലീസ് വുമൺ എന്നുള്ള വാക്ക് ഇപ്പോഴും കോമൺ ആയിട്ടില്ല. ഓക്കെ, ലേഡി പോലീസ് എന്നോ, അല്ലെങ്കിൽ പിന്നെ ലേഡീസ് പോലീസ് കോൺസ്റ്റബിൾ എന്നോ, അല്ലെങ്കിൽ പോലീസ് വുമണൊക്കെ അപൂർവമായിട്ടാണ് പറയും. പോലീസ്മാൻ എന്നാണ് സാധാരണ ഉപയോഗിക്കുന്നത്. സോ ഇതൊക്കെ എക്സാമ്പിൾ ആണ് ജനറിക് മാസ്കുലിൻ ടേമായി. അതായത് മാസ്കുലിൻ ടേമിനെ ജനറൽ ആയിട്ട് ഉപയോഗിക്കുക. മാസ്കുലിൻ ആണ് ശരിക്കും ടേം, പക്ഷെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൊത്തം ആണിന് പെണ്ണിന് ഒരുമിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ജനറിക് മാസ്കുലിൻ ടേംസ്.
രണ്ടാമത്തെ ജെൻഡർ സ്പെസിഫിക് ജോബ് ടൈറ്റിൽസ്. ഇനി നമ്മുടെ എക്സാമ്പിൾ പറയും ജോബ് റോൾസ് അൺനെസസറി ലിങ്ക്ഡ് ടു ജെൻഡർ. ഫോർ എക്സാമ്പിൾ സ്റ്റെവാർഡസ്. ഇപ്പൊ വേലക്കാരി ആയിട്ടില്ലെങ്കിൽ സഹായി ആയിട്ടുള്ളത് പെണ്ണായിരിക്കും. അപ്പൊ ആണെങ്കിൽ പോലും അതിന് ടേം ഇല്ല, സ്റ്റെവാർഡസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഫയർമാൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫയർമാൻ. അപ്പൊ ഇതൊരു പെണ്ണാണെങ്കിൽ പോലും ഫയർമാൻ. അപ്പോൾ അത് ആണായിട്ടാണ്, ഫയർമാൻ എപ്പോഴും ആണായിട്ടാണ് വരേണ്ടത്, സ്റ്റെവാർഡസ് എപ്പോഴും പെണ്ണായിട്ടാണ് വരേണ്ടത്. ഓക്കെ. ഇപ്പൊ മിസ്ട്രസ് എന്നുള്ള വാക്ക്, മിസ്ട്രസ് എന്നുള്ള വാക്കിന് തുല്യമായിട്ടുള്ളത് ഒരു ഓപ്പോസിറ്റ് ഇല്ല. അൺഈക്വൽ ഫോംസ് ഓഫ് അഡ്രസ്. ചിലപ്പോ പിന്നെ ഇതിന് താഴെ എക്സാമ്പിൾ കൊടുക്കും നോക്കും. ഡിഫറെന്റ് ടേംസ് യൂസ്ഡ് ഫോർ മെൻ ആൻഡ് വിമൻ. ഫോർ എക്സാമ്പിൾ മിസ്റ്റർ, മിസ് ആൻഡ് മിസ്സിസ്. ആണിനെ നമ്മൾ വിളിക്കാൻ മിസ്റ്റർ എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ മാരീഡ് ആണെങ്കിലും മാരീഡ് അല്ലെങ്കിലും ബോയ് ആണെങ്കിലും അഡൽട്ട് ആണെങ്കിലും ഓൾഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ മിസ്റ്റർ എന്ന വാക്ക് ഉപയോഗിക്കുക. ഓക്കെ. പക്ഷെ പെണ്ണാണെങ്കിലോ മിസ്സും ഉണ്ട് മിസ്സിസും ഉണ്ട്. ഓക്കെ. അതായത് കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ നമ്മൾ മിസ് എന്ന് വിളിക്കും, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ മിസ്സിസ് എന്ന് വിളിക്കും. അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ആണ് കല്യാണം കഴിഞ്ഞാൽ ഇല്ലെങ്കിലൊന്നും ഒരു വിഷയമല്ല. പെണ്ണ് കല്യാണം കഴിഞ്ഞതാണെങ്കിൽ വേറെ തന്നെ ടൈമാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരു ടൈം. അത് മാത്രമല്ല, ഇപ്പോ ഓക്കെ വേറെ കുറെ കൾച്ചറിൽ ഉണ്ടാവും. ഇപ്പോ പല റിലീജിയനിലും കല്യാണം കഴിഞ്ഞ് പെണ്ണാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കും, കല്യാണം കഴിയാത്ത പെണ്ണിനും കല്യാണം കഴിഞ്ഞ പെണ്ണിനും പെട്ടെന്ന് മനസ്സിലാവും. ദെൻ ഡിമിനിറ്റീവ് ഓർ ട്രിവിലൈസിങ് ലാംഗ്വേജ്. ചിലപ്പോൾ വളരെ മോശക്കാരായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗിക്കും. വേർഡ്സ് ദാറ്റ് മേക്ക് വൺ ജെൻഡർ സീംസ് ലെസ് ഇമ്പോർട്ടൻറ്റ്. ലേഡി ഡോക്ടർ. ഇപ്പൊ ഡോക്ടർ എന്നുള്ളത് നല്ലതും ലേഡി ഡോക്ടർ എന്നുള്ളത് മോശമാണ്. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ മെയിൽ നേഴ്സ്, അതൊരു മോശക്കാരനാണ്. ഓക്കെ. സാധാരണ പെണ്ണായിട്ട് നേഴ്സ് എന്നുള്ളൊരു മോശപ്പെട്ട ജോലി, അത് പെണ്ണുങ്ങൾ ചെയ്താൽ മതി, ആണുങ്ങൾക്കെന്ന് പറഞ്ഞ ജോലി അല്ല എന്നുള്ളതുകൊണ്ടാണ് മെയിൽ നേഴ്സ് എന്ന ടൈം വേറെ തന്നെ വരുന്നത്. സോ ദാറ്റ് ഈസ് ഡിമിനിറ്റീവ് ഓർ ട്രിവിയലൈസിങ് ലാംഗ്വേജ്. പിന്നെ ഒരു കൊച്ചാക്കുന്ന രൂപത്തിൽ പിന്നെ വാക്കുകൾ ഉപയോഗിക്കുക. സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ഫോർ ദ ജെൻഡർ ബയാസ്ഡ് ലാംഗ്വേജ്. ഓക്കെ. Generic masculine terms, okay, then gender specific job titles, unequal forms of address, diminutive or trivializing language. Okay. 4 points are given. I hope everything is clear. If you have any doubts, you can ask. തിയറി ഓഫ് സെൽഫ് വളരെ പ്രധാനപ്പെട്ടാണ്. മുമ്പുള്ള സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പായിട്ട് തിയറി ഓഫ് സെൽഫ്. കാരണം രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള തിയറി ഓഫ് സെൽഫ് എന്ന്. സോ ദ സെൽഫ് റെഫേഴ്സ് ടു, ഐ തിങ്ക് ഐ ആം ഓഡിബിൾ, റൈറ്റ്? യു ക്യാൻ ഹിയർ മീ, റൈറ്റ്? Yes, sir. Yes, sir. So the self refers to how an individual perceives, understands and defines themselves. ഒരാൾക്ക് അയാളെ പറ്റിയുള്ള ധാരണ, ഇത്രയേ ഉള്ളൂ സെൽഫ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ജെൻഡർ റെപ്രസെന്റേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവർക്കാണ്. ആ സ്ത്രീക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഈ സ്ത്രീക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡറിന് ഈ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വാട്ട് ഈസ് മൈ a belief about myself, what is my concept about myself, what is my attitude about myself, എന്നെ കുറിച്ചുള്ള എൻ്റെ ചിന്ത എന്താണ്? Okay, that is the theory of self. It is very important. Okay, how an individual perceives, understand, define themselves. ഞാൻ എന്നെ ഡിഫൈൻ ചെയ്യുക, ഞാൻ എന്നെ മനസ്സിലാക്കുക, ഞാൻ എന്നെ കാണുന്നത് എങ്ങനെയാണ്, പെർസീവ് ചെയ്യാൻ കാണുന്നത് എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് എന്നെ മനസ്സിലാക്കുന്നത്, ഞാൻ എങ്ങനെയാണ് എന്നെ ഡിഫൈൻ ചെയ്യുന്നത്. 3 വ്യത്യാസമുണ്ട്. 3 വാക്കാണ് നമ്മൾ താഴെ ഡിസ്കസ്. It includes identity, beliefs, values, emotions and social roles. എൻ്റെ സോഷ്യൽ റോൾ എന്താണ്, എനിക്ക് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് എന്താണ്, എനിക്ക് എന്നോടുള്ള ഇമോഷൻ എന്താണ്, എനിക്ക് ബാക്കിയുള്ളവരെ കുറിച്ചുള്ള വാല്യൂ എന്താണ്, എനിക്ക് എന്നെ പറ്റിയുള്ള വാല്യൂ എന്താണ്, എനിക്ക് ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ബിലീഫ് എന്താണ്, എനിക്ക് എന്നെ കുറിച്ചുള്ള ബിലീഫ് എന്താണ്. ഇതാണ് ഐഡന്റിറ്റി. ഓക്കെ. ദ സെൽഫ് ഈസ് ഡൈനാമിക്. കഴിഞ്ഞ വർഷം ഞാൻ എന്നെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണയല്ല എനിക്ക് ഈ വർഷം ഉള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചത് എനിക്ക് ഏത് ക്ലൈമറ്റിലും ജീവിക്കാൻ കഴിയുന്നതായിരുന്നു. ഒരു 4 മാസം മുമ്പ് ഞാൻ വിചാരിച്ചത് എനിക്ക് ഏത് ക്ലൈമറ്റിൽ ജീവിക്കാമെന്നായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് തണുപ്പ് തീരെ പറ്റുന്നില്ല. ഞാനിപ്പോൾ വേറെ രാജ്യത്താണ്, അവിടെ ഭയങ്കര തണുപ്പുള്ള രാജ്യത്താണ്. ഓക്കെ. അപ്പോൾ തണുപ്പ് എനിക്ക് തീരെ പറ്റുന്നില്ല. ഓക്കെ. സോ എന്നെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാറിക്കൊണ്ടേയിരിക്കും, നമ്മളെ കുറിച്ചുള്ള ഇമേജ്. ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നു ഞാൻ ഭയങ്കര പ്രോഗ്രസീവ് ആണെന്നാണ്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാൻ അത്രത്തോളം പ്രോഗ്രസീവ് അല്ല, ഞാൻ ഭയങ്കര ഓർത്തഡോക്സ് ആണ്. അത് മാറാം. ഓക്കെ. ദ സെൽഫ് ഈസ് ഡൈനാമിക്, എവർ ചേഞ്ച്, നോട്ട് ഫിക്സ്ഡ് ആണ്. ഇറ്റ് ഡെവലപ്സ് ഓവർ ടൈം ത്രൂ എക്സ്പീരിയൻസ്. ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ഭയങ്കര
കോൺഫിഡൻ്റ് ആണ്, എനിക്ക് നല്ലവണ്ണം പ്രസന്റ് ചെയ്യാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ എൻ്റെ ലാംഗ്വേജ് നല്ലതാണ്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് നല്ല പോസിറ്റീവായിട്ട് വരും, ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ മാറും. സോ ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ ഫാമിലി, സൊസൈറ്റി, കൾച്ചർ ആൻഡ് മീഡിയ ഇൻഫ്ലുവൻസസ്. ഇത് നമ്മളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ റോളുണ്ട്. മീഡിയ ഇതിൽ 4 ക്വസ്റ്റ്യൻ ആണ്. ഹൗ മീഡിയ ഈസ് ക്രിയേറ്റിംഗ് എ സെൽഫ് ഇമേജ് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഹൗ ഫാമിലി ഈസ് അഫക്റ്റിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് എന്ന ക്വസ്റ്റ്യൻ വരാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് കൾച്ചർ ഇൻ ഫോർമേഷൻ ഓഫ് ദ സെൽഫ് ബിലീഫ് എന്ന ക്വസ്റ്റ്യൻ വരാം. ഇതിൽ ഓരോന്നും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം സെൽഫുമായി ബന്ധപ്പെട്ട്. The concept of self is central to personality, behavior and decision making. നമ്മൾ തീരുമാനമെടുക്കുന്ന നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പേഴ്സണാലിറ്റിയിലൊക്കെ സെൽഫ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സെൽഫിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, ഈ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, എന്തൊക്കെ കൂടിയതാണ് സെൽഫ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അടുത്ത ടോപ്പിക്കാണ്. ഇതുമായി റിലേറ്റഡ് ആണ് എസ് എ ക്വസ്റ്റ്യൻ ഇതൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടി വരും. ഫസ്റ്റ് വൺ ഈസ് സെൽഫ് കോൺസെപ്റ്റ്. കോഗ്നിറ്റീവ് ആണ്, എന്താണ് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്. കോഗ്നിറ്റീവ്. സെൽഫ് കോൺസെപ്റ്റ്, വാട്ട് വി തിങ്ക് അബൌട്ട് അവർ സെൽസ്, നമ്മളെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്. അത് ഇൻക്ലൂഡ് ട്രൈറ്റ്സ്, റോൾസ്, എബിലിറ്റീസ്, നമ്മുടെ കഴിവാകാം, നമ്മുടെ റോളാകാം, നമുക്കുള്ള ഓരോ ക്വാളിറ്റീസ് ആകാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ കീഴിൽ വരാം. സോ വാട്ട് വി തിങ്ക് അബൌട്ട് അവർ സെൽഫ് ആണ് സെൽഫ് കോൺസെപ്റ്റ്. And who am I? For example, who am I? Okay, another question is, example, I am confident, I am teacher, okay, I can speak different languages, okay, I can survive in any climate. The kind of self-concept, what I think about myself, or what we think about ourselves, or what you think about yourself, or what she think about herself, what he think about himself. That's self-concept, what we think, okay. Then self-esteem, നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നത്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ how we feel about ourselves, or what we feel about myself, what I feel about myself, or what we feel about ourselves. നമ്മളെ കുറിച്ച് നമ്മൾ എന്താണ് പിന്നെ ഫീൽ ചെയ്യുന്നത്, how we feel about ourselves. സെൻസ് ഓഫ് സെൽഫ് വർത്ത്, ഓക്കെ, അതായത് ഞാൻ അത്രത്തോളം നല്ലതാണ്, ഞാൻ അത്രത്തോളം മോശമാണ്, എനിക്ക് അത്രത്തോളം സൊസൈറ്റിയിൽ വാല്യൂ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും, എനിക്ക് ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇതൊക്കെ നമ്മളെ കുറിച്ച് നമ്മൾ എന്താണ് ഫീൽ മറ്റേ തിങ്കാണ്, ഇതൊന്ന് ഫീലാണ്. സോ ഇൻഫ്ലുവൻസ് ബൈ ഫീഡ്ബാക്ക് ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, ഹൗ ഡു ഐ ഫീൽ അബൌട്ട് ഹു ആം ഐ. ഫോർ എക്സാമ്പിൾ, എന്നെ കുറിച്ച് ഞാൻ എന്താണ് വിചാരിക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എന്നെ കുറിച്ച് വിചാരിച്ചിരുന്നത് ഞാൻ ഭയങ്കര സംഭവമാണ്, പക്ഷെ ഞാൻ കുറെ പിന്നെ സംസാരിച്ചപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഞാൻ എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓ, ഞാൻ വിചാരിച്ച പോലെയല്ല എൻ്റെ കാര്യങ്ങളൊക്കെ. സോ വാട്ട് ഐ തിങ്ക്, വാട്ട് ഐ ഫീൽ അബൌട്ട് മൈസെൽഫ്, ദാറ്റ് ഈസ് സെൽഫ് എസ്റ്റീം. മറ്റൊരു ടേം. ഇതൊക്കെ ഹൈലി റിലേറ്റഡ് ആണ്, ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം. Then self image, okay, perceptual aspect, നമ്മളെ കാണുന്നത് എങ്ങനെയാണ്, okay, how we see ourselves, okay, നമ്മളെ കുറിച്ചുള്ള നമ്മുടെ ചിത്രം എന്താണ്, okay, includes appearance and how we think. ഇത് കൂടുതലായിട്ടും നമ്മളെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഇതിൽ കൂടുതലായിട്ടും വരിക. എൻ്റെ ചിരി എങ്ങനെയാണ്, എൻ്റെ സംസാരം എങ്ങനെയാണ്, എൻ്റെ ബോഡി പിന്നെ അപ്പിയറൻസ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് സെൽഫ് ഇമേജിൽ വരുന്നത്. how we think others see us influenced by media and comparison. അപ്പൊ കുറെ ആൾക്കാരെ വരണോട് നിന്റെ കളറ് തീരെ പോരാ, അല്ലെങ്കിൽ നിന്റെ ചിരി ഭംഗിയില്ല, അല്ലെങ്കിൽ നിന്റെ പല്ല് റെഡിയല്ല, അല്ലെങ്കിൽ നിന്റെ നോട്ടം ശരിയല്ല. ഇതൊക്കെ നമ്മുടെ സെൽഫ് ഇമേജിനെ ബാധിക്കും. നമ്മുടെ കോൺഫിഡന്റ് ആണ് അല്ലേ, ഓക്കെ, അല്ലെങ്കിൽ നീ സംസാരിന്റെ ആ പിന്നെ പ്രൊനൗൺസിയേഷൻ തീരെ റെഡിയല്ല, നീ എത്രത്തോളം ഫ്ലുവന്റ് അല്ല. ദിസ് ഈസ് സെൽഫ് ഇമേജ്. ഹൗ ഡു ഐ ലുക്ക് ഓർ അപ്പിയർ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്, ഐ ലുക്ക് കോൺഫിഡന്റ് ഓർ ഐ ആം നോട്ട് അട്രാക്റ്റീവ് ഓർ ഐ ആം വെരി അട്രാക്റ്റീവ്. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് സെൽഫ് ഇമേജ്. Then self-efficacy, the performance aspect. Okay, what we believe we can do, confidence in completing task or achieving goals. അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്, ഫുൾ സ്റ്റോപ്പ് വിട്ടു പോയത്. What we believe we can, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. Okay, confidence in completing task, എനിക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ള എൻ്റെ കോൺഫിഡൻസ്. ഓർ അച്ചീവിങ് ഗോൾസ്, ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ള എൻ്റെ കോൺഫിഡൻസ്. ഫോർ എക്സാമ്പിൾ, can I do this, I can solve this problem. ഒരാൾ എനിക്കത് ചെയ്യാൻ വേണ്ടി കഴിയുമോ, ഐ ക്യാൻ ഡു ദിസ്. ഇതൊക്കെ വളരെ ഹൈലി റിലേറ്റഡ് ആണ്, എന്നാലോ ചെറിയ വ്യത്യാസമുണ്ട്. സെൽഫ് കോൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നുള്ളത്,
സെൽഫ് എസ്റ്റീം എന്നുള്ളത് നമ്മളെ കുറിച്ചുള്ള ഇവാലുവേഷൻ എന്താണെന്നുള്ളത്, സെൽഫ് ഇമേജ് എന്നുള്ളത് നമ്മളെ കാണാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത്, സെൽഫ് എഫിക്കസി എന്നുള്ളത് നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ വേണ്ടി കഴിയുന്നുള്ളത്, ഇതൊക്കെ ഹൈലി റിലേറ്റഡ് ആണ്. ഇതെല്ലാം കൂടി ചേർന്നതാണ് സെൽഫ് എന്നുള്ള കോൺസെപ്റ്റ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. നമുക്കൊരു പോസിറ്റീവ് ബോഡി ഇമേജ് വേണം, അതേപോലെ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് വേണം. ഇപ്പൊ സെൽഫ് എന്നുള്ള തിയറിയിൽ വാട്ട് ഈസ് സെൽഫ് എന്ന് പറയാം, വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് സെൽഫ് എന്ന് പറയാം. ഇതിൽ നമുക്ക് വേണ്ട എന്താണ്, പോസിറ്റീവ് ബോഡി ഇമേജ് ആണ് നമുക്ക് വേണ്ടത്, ഒരു പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചത് ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പോസിറ്റീവ് സെൽഫ് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർക്ക് എന്തെല്ലാം വേണ്ടി ചെയ്യും. ഒരു കുട്ടിക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ, ഒരു സെൽഫ് ഇമേജ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. ഇത് ഈ ടേമുകൾ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ പോസിറ്റീവ് ബോഡി ഇമേജ്. പോസിറ്റീവ് ബോഡി ഇമേജ് എന്റെ നിറം ഇതാണെങ്കിൽ പോലും, എന്റെ ഹൈറ്റ് ഇതാണെങ്കിൽ പോലും, എന്റെ തടി ഇതാണെങ്കിൽ പോലും, എന്റെ വെയിറ്റ് ഇതിന് യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെ ഉണ്ടായത് പിന്നെ നല്ല തന്നെയാണ്. ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ഞാൻ സൊസൈറ്റിയിൽ മോശക്കാരനല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് ഞാൻ സൊസൈറ്റിയിൽ ഏറ്റവും ഉയർന്നവനല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഒരു കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ടീച്ചർ ചെയ്യേണ്ട കാര്യമാണ്. പോസിറ്റീവ് ബോഡി ഇമേജ് മീൻസ് ആക്സെപ്റ്റിംഗ് ആൻഡ് അപ്രീഷിയേറ്റിംഗ് വൺസ് ഫിസിക്കൽ അപ്പിയറൻസ്. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഇതിങ്ങനെയാണെങ്കിൽ ഇതിന് കൊണ്ട് എനിക്കൊരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല. ഫങ്ഷനാലിറ്റി എന്താ? Where is it? Focus on health, functionality and individuality. ആ പോയിന്റ് ഇന്ന് പോലില്ല വന്നെനിക്ക്, നാളെ പോലെയുള്ളൂ. Third point. ഞാൻ ഫസ്റ്റ് സെന്റൻസിലാണെന്ന് വിചാരിച്ചു. ഇറ്റ് ഇൻവോൾവ്സ് ഫീലിംഗ് കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡന്റ് വൺസ് ബോഡി. ഒരാൾക്കുള്ള ബോഡിയിലൂടെ അയാൾ കോൺഫിഡന്റ് ആയിരിക്കാം, അയാൾ കംഫർട്ടബിൾ ആയിരിക്കാം, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒരാൾക്ക് ഉണ്ടാക്കാം. ഫോക്കസ് ഇൻ വൺ ഓൺ ഹെൽത്ത്. ഇത് നമുക്ക് ഒരാളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടായിരിക്കാം. ഒരാളുടെ ഭയങ്കര ഹെൽത്തി ആയിരിക്കും, ചിലപ്പോൾ ഹെൽത്ത് കുറവായിരിക്കും, എന്നാലും അത് അക്സെപ്റ്റ് ചെയ്യുക, അത് അപ്രീഷിയേറ്റ് ചെയ്യുക. ഫങ്ഷനാലിറ്റി, ഒരാൾക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളത്. ഇപ്പൊ ഒരാൾക്ക് ആക്രോബാറ്റ്സ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലാസ്സിൽ 3-4 കുട്ടികളുണ്ട്. അതിലൊരു കുട്ടിക്ക് ആക്രോബാറ്റ്സ് ചെയ്യാൻ വേണ്ടി കഴിയും, തല കുത്തി മറിയാൻ വേണ്ടി കഴിയും, മറ്റൊരു കുട്ടിക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അവൻ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഇല്ലാതിരിക്കുക. ഓക്കെ, ഒരാൾക്ക് ചെയ്യാൻ വേടി കഴിയും, അത് അയാൾ ബോഡിയുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല, അതുകൊണ്ട് പ്രശ്നമില്ല, എനിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് കഴിയുന്നില്ല എങ്കിൽ പോലും അതിനെനിക്ക് കുറവായിട്ട് കാണേണ്ടതില്ല. ഫങ്ഷനാലിറ്റി ആണ് ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്. ചില ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതായിരിക്കും, ചില ആൾക്കാർ എത്ര ശ്രമിച്ചാലും ഹാൻഡ് റൈറ്റിംഗ് മോശമായിരിക്കും. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് മോശമായതുകൊണ്ട് ഞാൻ സൊസൈറ്റിയിൽ മോശപ്പെട്ട ആളാവണമെന്നില്ല. ദാറ്റ് ഈസ് ഫങ്ഷനാലിറ്റി. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഈ ഫങ്ഷനാലിറ്റി ചിലപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് രൂപത്തിലാവാം, അല്ലെങ്കിൽ പിന്നെ സ്പോർട്സിലുള്ള കഴിവായിരിക്കാം. ഒരു ക്ലാസ്സിലെ ബോയ്സ് എല്ലാവരും ഫുട്ബോൾ കളിക്കാരാണ്, ഒരാളൊഴിച്ച് അയാൾക്ക് തീരെ ഫുട്ബോൾ കളിക്കാൻ കഴിയൂല. അപ്പൊ അത് അയാളുടെ കുറവായിട്ട് അയാൾക്ക് ഭയങ്കര കോംപ്ലക്സ് വരാതിരിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ശ്രദ്ധിക്കും. ദാറ്റ് ഈസ് ഫങ്ഷനാലിറ്റി. ദാറ്റ് ഇൻഡിവിജ്വാലിറ്റി. അത് ഒരാളുടെ സ്വഭാവമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരാളുടെ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ പെട്ടെന്ന് സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയുള്ള കഴിവ്, അല്ലെങ്കിൽ ക്ലാസ്സിന്റെ മുമ്പിലേക്ക് വന്നിട്ട് കാര്യം പ്രസന്റ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ദെൻ നോട്ട് പെർഫെക്ഷൻ. എല്ലായ്പ്പോഴും ചിലപ്പോൾ ഒരാളുടെ നിറത്തിൽ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ തടിയിൽ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ പല്ലിന്റെ ക്രമത്തിൽ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ പിന്നെ ശബ്ദത്തിൽ ചില ആൾക്കാർ നല്ല ശബ്ദമായിരിക്കും, ചില ആൾക്കാർ മോശപ്പെട്ട ശബ്ദമായിരിക്കും. അപ്പൊ അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും അത് പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും, അതാണെങ്കിൽ കൂടി ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യാനും കൂടി ഓരോരുത്തർക്കും കഴിയാന്നുള്ളതാണ് പോസിറ്റീവ് ബോഡി ഇമേജ്. ഇത് റെക്കഗ്നൈസ് ദാറ്റ് ബ്യൂട്ടി കംസ് ഇൻ ഡിഫറെന്റ് ഷേപ്സ്, സൈസ് ആൻഡ് കളേഴ്സ്. ഇതൊക്കെയാണ് ടീച്ചർ പഠിപ്പിക്കേണ്ടത്. ബ്യൂട്ടി എന്നുള്ളത് ഒരൊറ്റ കളറല്ല, ഒരൊറ്റ ഷേപ്പ് അല്ല, ഒരൊറ്റ ഇമേജ് മാത്രം, അത് പല രൂപത്തിലുണ്ടാവാം. Unrealistic standards often promotes by media. So media കാണിക്കും, ആൺകുട്ടിയാണെങ്കിൽ 6 pack ഉണ്ടായിരിക്കണം, പെൺകുട്ടിയാണെങ്കിൽ സ്ലിം ആയിരിക്കണം എന്നാണ് മീഡിയ കാണിക്കുക. അപ്പൊ അതല്ലാത്തവർക്ക് പോലും
ഇത് അതല്ല, അത് ഒരു സ്റ്റീരിയോടിപ്പിക്കൽ പ്രസന്റേഷൻ മാത്രമാണ്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെ ആവുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ആവുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊരു രൂപത്തിൽ കുട്ടികളെ എന്താക്കുക, ബോധ്യപ്പെടുത്തും. ക്ലിയർ? പോസിറ്റീവ് ബോഡി ഇമേജ്. ഇതേപോലെ മറ്റൊരു ടേമാണ് പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ്. ബോഡി ഇമേജ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് ഫിസിക്കൽ ബോഡിയിലാണ്. ഫിസിക്കൽ പ്രസന്റ് പിന്നെ ബ്യൂട്ടിയിലാണ്. സെൽഫ് കോൺസെപ്റ്റ്. സെൽഫ് കോൺസെപ്റ്റ് refers to how a person perceives and understands themselves. അവരെ കുറിച്ചുള്ള ചിന്ത. ഇത് കൂടുതലായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള, ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സെൽഫ് കോൺസെപ്റ്റിൽ വരിക. സെൽഫ് ഇമേജിൽ, ബോഡി ഇമേജിൽ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, നിറം, നമുക്ക് കഴിയുന്ന ഫംഗ്ഷൻ, നമുക്ക് കഴിയുന്ന ആക്രോബാറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ബോഡി ഇമേജിൽ വരുന്നത്. A positive self-concept includes confidence, self-worth and self-acceptance built through experience, relationship and social influence. ഈ സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നത് ഒരാൾക്ക് സ്വയം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. എനിക്ക് ഭയങ്കര സെൽഫ് വെർത്ത്, എനിക്ക് സെൽഫ് എസ്റ്റീം ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. എൻ്റെ ഫ്രണ്ട്സ് എന്നെ കുറിച്ച് പറയുന്ന അഭിപ്രായം, എൻ്റെ ടീച്ചേഴ്സ് എന്നെ കുറിച്ച് പറയുന്ന അഭിപ്രായം, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ കുറിച്ചുള്ള അഭിപ്രായം, ഇതിലൂടെയൊക്കെയാണ് സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ത്രൂ എക്സ്പീരിയൻസസ്, റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ കോൺഫിഡൻസ്, സോഷ്യൽ ഇൻഫ്ലുവൻസസ്. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ്, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എല്ലാം എന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് എന്നെ കുറിച്ചൊരു സെൽഫ് കോൺസെപ്റ്റ് വല്ല ഒരു മോശമായിട്ടുള്ള നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഇറ്റ് ഗോസ് ബിയോണ്ട് അപ്പിയറൻസ് ടു ഇൻക്ലൂഡ് എബിലിറ്റീസ്, വാല്യൂസ് ആൻഡ് പേഴ്സണാലിറ്റി. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിന്റെ അപ്പുറമുള്ളതാണ് ഫിസിക്കൽ സെൽഫ് കോൺസെപ്റ്റ് എന്നുള്ളത്. അത് നമ്മുടെ എബിലിറ്റി. അപ്പൊ ഒരു ക്ലാസ് റൂമിൽ തീരെ ഫുട്ബോൾ കളിക്കാൻ കഴിയാത്തൊരു കുട്ടിയുണ്ട്, പക്ഷെ അവർക്ക് പെട്ടെന്ന് നല്ല മെമ്മറി സ്കിൽ ഉണ്ട്. അല്ലെങ്കിൽ ഒരാൾക്ക് ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്, പക്ഷെ അവന്റെ പ്രസന്റേഷൻ സ്കിൽ വളരെ ഉഷാറാണ്. അപ്പോൾ ക്ലാസ് റൂം ഇത് ബാലൻസ് ചെയ്യാം. ഫിസിക്കൽ ബ്യൂട്ടിയിൽ അത്രത്തോളം പിന്നെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അയാളുടെ മറ്റൊരു കഴിവ് ടീച്ചർ എന്താവുക, പിന്നെ നോട്ട് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യും. എസെൻഷ്യൽ ഫോർ മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്. ഇപ്പൊ നല്ലൊരു സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പിന്നെ ഒരു ഹെൽത്തി ഒരു വെൽബീയിങ് ഉണ്ടാവും. അതേപോലെ വെൽബീയിങ്, ഇമോഷണൽ വെൽബീയിങ്, ഒരു മെന്റൽ വെൽബീയിങ് ഉണ്ടാവും. അതായത് മെന്റൽ ഹെൽത്തും അതേപോലെ ഒരു ഇമോഷണൽ, പിന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവും. സോ ഈസ് ഇറ്റ് ക്ലിയർ ദീസ് ടു? പോസിറ്റീവ് ബോഡി ഇമേജ് ആൻഡ് പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ്. ഇത് സെൽഫുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഫസ്റ്റ് സെൽഫ് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ പിന്നെ തിയറി ഓഫ് സെൽഫ്, കോമ്പണൻസ് ഓഫ് സെൽഫ്, അതിനുശേഷമാണ് നിങ്ങൾ എന്താക്കേണ്ടത്, പിന്നെ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റും പോസിറ്റീവ് ബോഡി ഇമേജും. കാരണം ഇത് ടീച്ചേഴ്സിന്റെ റോള്, അല്ലെങ്കിൽ സ്കൂളിന്റെ റോള്, അതല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ റോള്, മീഡിയന്റെ റോളൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ടീച്ചറുടെ റോളാണ്. പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റിലും, അല്ലെങ്കിൽ പോസിറ്റീവ് ബോഡി ഇമേജിലും, അല്ലെങ്കിൽ പോസിറ്റീവ് സെൽഫ് എന്ന കോൺസെപ്റ്റില് ടീച്ചറുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ ടീച്ചർക്ക് എങ്ങനെ നല്ലൊരു പിന്നെ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസ്കഷൻ, media literacy. Okay, so media literacy means ability to critically analyze media content. ഇപ്പൊ ന്യൂസ് പേപ്പറിൽ വന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ന് ന്യൂസ് കേട്ടു, ഫസ്റ്റ് ന്യൂസ് കേട്ടപ്പോ ആ ന്യൂസിൽ പറയുന്നത് പിന്നെ ഹോർമൂസ് കടലെടുക്ക് വഴി ഇറാന്റെ കപ്പൽ പോയിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് കാണിക്കുന്നു ചൈനയുടെ കപ്പൽ പോയിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് കാണിക്കുന്നു അമേരിക്ക പറയുന്നു ഒരു കപ്പലും പോയിട്ടില്ല എന്നുള്ളത്. മറ്റൊരു ന്യൂസ് പറയുന്നു ചൈന പറയുന്നു ഞങ്ങളുടെ 3 കപ്പലുകൾ അതിൽ പോകുന്നുണ്ട്, ആരും. ഇതൊക്കെ മീഡിയ പറയുന്നതാണ്. ഇതൊക്കെ ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മീഡിയ ന്യൂസ് ആയിട്ട് പറയുന്നതാണ്. സോ വാട്ട് വി ഹാവ് ടു ഡു, വി കാൺ ബിലീവ് എവരിത്തിങ്. ഇപ്പം പോയിട്ടുണ്ടെന്ന് ഇറാൻ പറയുന്നു, പോയിട്ടുണ്ടെന്ന് ചൈന പറയുന്നു, പോയിട്ടില്ല എന്ന് അമേരിക്ക പറയുന്നു. കോൺട്രഡിക്ടറി ആണ്. ഏത് വിശ്വസിക്കും, ഏത് വിശ്വസിക്കാതിരിക്കും. ഓക്കെ, ഒരു നാട്ടിലൊരു ആക്രമണം നടക്കും, ഒരു അടിപിടി നടക്കും, 2 രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിൽ. 2 ന്യൂസ് ചാനൽ 2 രൂപത്തിലാണ് കാണിക്കുക. സോ മീഡിയ ലിറ്ററസി വേണം. വാട്ട് വി നീഡ് ടു ബിലീവ്, വാട്ട് വി ഹാവ് ടു ടേക്ക് ആൻഡ് വാട്ട് വി നീഡ് ടു റിജക്ട്. വാട്ട് വി നീഡ് ടു അക്സെപ്റ്റ്, വാട്ട് വി നീഡ് ടു റിജക്ട്, വാട്ട് വി ഹാവ് ടു അബ്സോർബ്, വാട്ട് വി ഹാവ് ടു എമിറ്റ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ പുറന്തള്ളേണ്ടത്, സ്വീകരിക്കാതിരിക്കേണ്ടത്, എന്തെല്ലാം ചെയ്യും. ചിലപ്പോൾ 5 ന്യൂസ് ചാനൽ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു ന്യൂസ് കിട്ടുള്ളൂ. അപ്പൊ 5 കൂടി കൂട്ടി 5 ന്യൂസ് ചാനൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക മനസ്സിലാക്കിയത്. ഓക്കെ, ദാറ്റ് ഈസ് മീഡിയ ലിറ്ററസി. സാധാരണ ലിറ്ററസി ആണ് എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് ആണ്. പക്ഷെ മീഡിയ ലിറ്ററസി ആണെങ്കിൽ മീഡിയ പറഞ്ഞ എന്തെല്ലാം വിശ്വസിക്കണം, എന്തെല്ലാം വിശ്വസിക്കാതിരിക്കണം. എബിലിറ്റി ടു ക്രിറ്റിക്കലി അനലൈസ് മീഡിയ കൊണ്ട്, മീഡിയ കാണുന്ന അനലൈസ് ചെയ്യുക ക്രിറ്റിക്കലായിട്ട്,
helps identify stereotypes and bias. മീഡിയയിൽ എന്തെങ്കിലും ബയാസോ സ്റ്റീരിയോടൈപ്പിക്കലോ ഉണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ ഒരു ചില ന്യൂസ് കാണിക്കുമ്പോൾ മെയിൽസിനെ റെപ്രസെന്റ് ചെയ്യും അല്ലെങ്കിൽ ഫീമെയിൽസിനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുമ്പോൾ അത് ബയാസ്ഡ് ആണ്, സ്വീകരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ബയാസ്ഡ് അല്ല, അത് പ്രോഗ്രസീവ് ആണ്, അത് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. It encourages questioning of media message കാണുമ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് which one is right, which one is wrong, which one is exaggerated. Okay. Essential skill in digital age. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏജ് ആണ്, പിന്നെ സ്കില്ലാണ് ഈ ഡിജിറ്റൽ ഏജ്. കാരണം കുറെ മീഡിയാസ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ന്യൂസ് ചാനൽസ് ഉണ്ട്, പത്രങ്ങളുണ്ട്, കുറെ പിന്നെ മീഡിയ ഏജൻസികളുണ്ട്. സോ വാട്ട് വി നീഡ് ടു ടേക്ക് ആൻഡ് വാട്ട് വി ഷുഡ് ടേക്ക്. പ്രൊമോട്ട് റെസ്പോൺസിബിൾ മീഡിയ കൺസപ്ഷൻ എന്നാൽ മാത്രമേ, അതല്ലെങ്കിൽ നമ്മൾ പല ആളുകളും കാണും, അവര് ന്യൂസ് കാണും, അത് ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ അപ്ലോഡ് ചെയ്യും. Okay? Whether it is right or not, whether it is exaggerated or not, whether it is fake or not, okay? Whether it is made up or not, ഇതൊന്നും അവർ ചിന്തിക്കൂല. So this is media literacy. I hope you have understood what is media literacy. മീഡിയയിൽ പറയുന്ന എല്ലാം വിശ്വസിക്കാതെ എന്തെല്ലാം ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്തിട്ട് what we need to take and what we need to reject. Clear? Media literacy. The next discussion, what media should do. ഇതൊക്കെ ഈ ജെൻഡർ റെപ്രസെന്റേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ വയലൻസ്, ജെൻഡർ സ്റ്റീരിയോടിപ്പിക്കൽ, ജെൻഡർ ബയാസ്ഡ്, കുറെ ടേമുകൾ നമ്മൾ പറഞ്ഞു. ജെൻഡർ ബയാസ്ഡ് ആണ് മീഡിയ, ജെൻഡർ സ്റ്റീരിയോടിപ്പിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്, മിസ് റെപ്രസെന്റേഷൻ ഉണ്ട്, അണ്ടർ റെപ്രസെന്റേഷൻ ഉണ്ട്, മീഡിയ എല്ലാം മെയിൽ ഗേസിലൂടെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വാട്ട് മീഡിയ ഷുഡ് ഡു. മീഡിയ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, എൻഷുർ ഈക്വൽ റെപ്രസെന്റേഷൻ. എല്ലാ ജെൻഡറിനും സ്പേസ് കൊടുക്കുക, സ്ക്രീൻ സ്പേസ് കൊടുക്കുക, അവരെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, മിസ് റെപ്രസെന്റ് ചെയ്യാതെ, അണ്ടർ റെപ്രസെന്റ് ചെയ്യാതെ അവര് വേണ്ട അപ്രോപ്രിയേറ്റ് രീതിയിൽ റെപ്രസെന്റേഷൻ കൊടുക്കും. Provide balanced visibility to all genders in media content, include women and diverse gender identities in leadership and expert role. മീഡിയയിലെ ജോലിക്ക് എടുക്കുമ്പോഴും എല്ലാ ജെൻഡറിനും കൊടുക്കുക, അവരുടെ ന്യൂസ് കാണിക്കുമ്പോഴും എല്ലാ ജെൻഡറിന്റെയും ന്യൂസ് കൊടുക്കുക. Then avoid stereotyping. അവിടെ അവോയ്ഡ് ബയാസ് എന്നോ അല്ലെങ്കിൽ അവോയ്ഡ് പാർഷ്യാലിറ്റി എന്നോ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അവോയ്ഡ് സ്റ്റീരിയോടൈപ്പിംഗ് എന്നുള്ളത് ഒരു പോയിന്റ് ആയിട്ട് എഴുതാം, അവോയ്ഡ് ബയാസ്ഡ് എന്നുള്ളത് ന്യൂസ് എന്നുള്ളത് വേറെ പോയിന്റ് ആയിട്ട് എഴുതാം. സോ മൂവ് ബിയോണ്ട് ട്രഡീഷണൽ ജെൻഡർ റോൾസ്. ആണിനെപ്പോഴും ഇങ്ങനെ കാണിക്കാതെ, പെണ്ണിനെപ്പോഴും അങ്ങനെ കാണിക്കാതെ, സ്റ്റീരിയോടിപ്പിക്കൽ അല്ലാത്ത രൂപത്തിൽ ന്യൂസുകൾ കാണിക്കാൻ വേണ്ടി, അഡ്വർടൈസ്മെന്റ്സ് കാണിക്കാൻ വേണ്ടി, പിന്നെ കണ്ടന്റ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. Avoid repetitive portrayal of fixed gender types. Promote individuality over generalized assumption. ഒരു ഇൻഡിവിജ്വാലിറ്റി കാണിക്കുക, ഒരു പേഴ്സണാലിറ്റി കാണിക്കുക, ഒരു കോണ്ടന്റ് കാണിക്കുക, ഒരു ക്വാളിഫിക്കേഷൻ കാണിക്കുക, ഒരു സ്കില്ല് കാണിക്കുക, ഒരു എബിലിറ്റി കാണിക്കുക. അതല്ലാതെ ഒരു ജനറലൈസേഷൻ, ഒരു സ്റ്റീരിയോടിപ്പിക്കൽ പ്രസന്റേഷൻ, ഒരു ബയാസ്ഡ് പ്രസന്റേഷൻ, ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന ഒരു പ്രസന്റേഷൻ, പിന്നെ റെപ്രസെന്റേഷൻ ഒഴിവാക്കുക. എലിമിനേറ്റ് ഒബ്ജക്ടിഫിക്കേഷൻ ആൻഡ് മെയിൽ ഗേസ്. രണ്ട് വാക്ക് നമ്മൾ ഉപയോഗിക്കണം. ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി മുമ്പ് ഡിസ്കസ് ചെയ്താണ്, അത് ഒഴിവാക്കുക. ഫീമെയിലിനെ പിന്നെ അവരുടെ ബോഡി മാത്രം കാണിക്കുക, അവരുടെ ഹാഫ് നേക്കഡ് ആയിട്ടുള്ള ഇമേജസ് മാത്രം കാണിക്കുക. മെയിൽസിനെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പാട്ടുകൾ, ഒരു പാട്ട് സീനിൽ ഒരു മമ്മൂട്ടിയോ അല്ലെങ്കിൽ മോഹൻലാലോ ഹാഫ് നേക്കഡ് ആയിട്ട് ഒരു പാട്ട് സീനിൽ അഭിനയിക്കുന്നില്ല. പക്ഷെ അവരുടെ കൂടെ അഭിനയിച്ച എല്ലാ ആക്ട്രസും ഒരു പാട്ട് സീൻ വന്നാൽ അവരൊരിക്കലും ഒരു നോർമൽ ഡ്രസ്സ് ധരിക്കാതെ ഹാഫ് നേക്കഡ്. അപ്പൊ ഹാഫ് നേക്കഡ് ആയിട്ടുള്ള ഡ്രസ്സ് നോർമൽ ആണെങ്കിൽ വാട്ട് അബൌട്ട് മെയിൻ? അവരിപ്പോ എത്രയോ ആൾക്കാര് ജമ്പറോ അതല്ലെങ്കിൽ പിന്നെ ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും സിനിമയിൽ എന്തായാലും വല്ലാതെ കാണിക്കുന്നില്ല. അപ്പൊ ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി ഒഴിവാക്കുക. അതേപോലെ മെയിൽ ഗേസിലൂടെ ഒരു ഫീമെയിൽ ആക്ട്രസ് ഇരിക്കുമ്പോൾ എവിടെയെല്ലാണ് ക്യാമറ ആംഗിൾ വെക്കുന്നത് അതൊക്കെ ഒഴിവാക്കുക. എങ്ങനെയാണോ മെയിലിന്റെ ഒരു ഇമേജ് കാണിക്കുന്നത്, അതേ ഇമേജ് ഫീമെയിലിനെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. Avoid portraying individuals, especially women, as objects of visual pleasure. Focus on skills, achievements, and personality, not just appearance. Reduce unnecessary sexualization of content. Then promote positive and progressive representation. Okay? For women in leadership, show women in leadership, science, politics. ഒരു പൊളിറ്റീഷ്യനെ കാണിക്കുമ്പോൾ ആണെന്നെ കാണിക്കുക. എപ്പോഴും എല്ലാ സിനിമയിലും വാർഡ് മെമ്പർ ആകാതെ 99% ആണായിരിക്കും. ഏത് സിനിമ എടുത്ത് നോക്കിയാൽ 99% വാർഡ് മെമ്പർ ആണായിരിക്കും. മിനിസ്റ്റർ ആണെങ്കിൽ 90% ആണായിരിക്കും. ഇനി ഫീമെയിലിനെ മിനിസ്റ്ററായിട്ട് കാണിച്ച സിനിമകളുണ്ട്, എത്രയോ ഉണ്ട്. പക്ഷെ അതിലെല്ലാം അവർ പപ്പറ്റ് മാത്രമാണ്.
ഒരു മെയിലായിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും. അതൊക്കെ ഒഴിവാക്കാം, പ്രോഗ്രസീവായിട്ട് കാണിക്കും. അപ്പൊ വിമനെ ഡിസിഷൻ മേക്കിംഗ് റോളിൽ പൊളിറ്റിക്സ്, സയൻസ്, ലീഡർഷിപ്പിലെല്ലാം കാണിക്കുക. LGBTQ+നെ അവരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ട് രൂപത്തിൽ പ്രസന്റ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇത് കുറഞ്ഞ പോയിന്റ് മാത്രമാണ്, ഇതെല്ലാത്തിനും കുറെ പോയിന്റ്സുകളാണ്. 2 more points are there. Use gender neutral language. നമ്മൾ ലാംഗ്വേജ് ജെൻഡർ ബേസ്ഡ് ആണെന്ന് പറയാം, അത് ഒഴിവാക്കി ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് ഉപയോഗിക്കുക മീഡിയയിൽ. ജെൻഡർ ബേസ്ഡ് ടേംസ് വിത്ത് ന്യൂട്രൽ ആൾട്ടർനേറ്റ്സ്. ഇപ്പൊ ന്യൂട്രൽ ആയിട്ടുള്ള ടേമുകൾ ഉപയോഗിക്കുക. അപ്പൊ പോലീസ് മാൻ അല്ലെങ്കിൽ മാൻ കൈൻഡ് എന്ന്, മാൻ കൈൻഡ് എന്ന് വാക്ക് ഒഴിവാക്കിയിട്ട് ഹ്യൂമൻ കൈൻഡ് എന്ന് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് എന്നാക്കുക. പോലീസ് മാൻ, പോലീസ് വുമൺ എന്ന് പറയാതെ പോലീസ് എന്ന് പറയാം. ലേഡി ഡോക്ടർ എന്ന് പറയാതെ ഡോക്ടർ എന്ന് മാത്രം പറയാം. That is male or female. Avoid language that reinforces stereotypes or exclusion. Then increase diversity in media production, include women and marginalized generation decision making role. എപ്പോഴും ഒരു GM ആയിട്ട് അല്ലെങ്കിൽ CEO ആയിട്ട്, ഒരു മീഡിയയുടെ CEO GM ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഡയറക്ടറൊക്കെ ആയിട്ട് അധികം മെയിൽസാണ് വരിക. അത് അവിടെ ഫീമെയിൽസിന് കൂടി റെപ്രസെന്റേഷൻ കൊടുക്കും. കീ റോൾസ് ഫീമെയിൽസിന് കൂടി റെപ്രസെന്റേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാ ജെൻഡറിനും റെപ്രസെന്റേഷൻ കൊടുക്കുക. Encourage diversity among writers, directors, editors and journalists. ഇതിലെല്ലാം all the genders should be. only മെയിലിന്റെ ഡോമിനേഷൻ ഇല്ലാതെ ഫീമെയിൽസും പിന്നെ ട്രാൻസ്ജെൻഡറും ബൈസെക്ഷനും ഗേയും ലെസ്ബിയനും ഒക്കെ വരുന്ന രൂപത്തിൽ അതിനെ പുനഃക്രമീകരിക്കുക, റീഓർഗനൈസ് ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ ദ പോയിന്റ്സ് ഫ്രം ദ 5th module. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിക്കുന്നേ ഉള്ളൂ. You check yourself, okay? You evaluate yourself whether you are able to answer these questions or not. ഈ സ്ലൈഡ് ഞാൻ എന്താവും പിന്നെ ബാക്കിയുള്ള സ്ലൈഡെല്ലാം 2nd module, 3rd module, 4th module എല്ലാം ഞാൻ സാറിന് ഷെയർ ചെയ്തിട്ടുണ്ട്. സാർ അത് അപ്ലോഡ് ചെയ്യായിരിക്കും. ഇതും ഇന്ന് ഷെയർ ചെയ്യും. അപ്പൊ ഈ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 സ്ലൈഡിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, മെസ്സേജ് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അത് പ്രാധാന്യമുള്ളതാണ്. സോ ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ കരിക്കുലം. അപ്പൊ ഒരു മെയിലിന് ഒരു ബോയും ഗേളും ഉണ്ട് ക്ലാസ് റൂമിൽ. അപ്പൊ അവരെങ്ങനെയാണ് ഡിസിപ്ലിൻ കാണിക്കേണ്ടത്? അപ്പോൾ ആൺകുട്ടി കരഞ്ഞാൽ കളിയാക്കണം, പെൺകുട്ടി എപ്പോഴും അടങ്ങിയിരിക്കണം. അപ്പൊ പെൺകുട്ടി ശബ്ദം ഉണ്ടാക്കിയാൽ പെൺകുട്ടികൾക്ക് വരെ ഒച്ച ഉണ്ടാകാൻ വേണ്ടി തുടങ്ങിയ ക്ലാസ് റൂം ടീച്ചർ ചോദിക്കും. അപ്പൊ പെൺകുട്ടികൾക്ക് വരെ അങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ ഒഴിവാക്കും. പിന്നെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോഴും പിന്നെ ഡിസിപ്ലിൻ ആക്ഷൻ എടുക്കുമ്പോഴൊക്കെ ആൺകുട്ടിക്ക് പെൺകുട്ടികൾക്ക് ഒരേ ആക്ഷൻ എടുക്കുക. അപ്പൊ ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ഇത് പല രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ സ്കൂൾ, ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ, വേസ് ടു ഡിസിപ്ലിൻ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ സ്കൂൾ, ഇതൊക്കെ ആ രൂപത്തിൽ ഇതിന് താഴെ ഡിസിപ്ലിൻ ടെക്നിക് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, ആ രൂപത്തിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ സ്കൂൾ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലാസ് റൂം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കരിക്കുലം, ഇതൊക്കെ പാരാഗ്രാഫ് ക്വസ്റ്റ്യനോ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. ഓക്കെ, then gender role in religion, gender role in society, gender role in media, okay, ഇതൊക്കെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. then violence against girls and women, മുമ്പ് ഡിസ്കസ് ചെയ്താണ് നമ്മൾ, അങ്ങനെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. so these are some of the previous year questions. okay, portrayal of gender in mass media, portrayal of gender in advertisement, portrayal of gender in movies, ഇത് ഈ രൂപത്തിലൊക്കെ വരാം. ഡിസിപ്ലിൻ ടെക്നിക് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് നമ്മൾ ആദ്യം പിന്നെ മറ്റേ സ്ലൈഡിൽ ഉണ്ടായിരുന്നു. ജെൻഡർ റോൾസ് ഇൻ മാസ് മീഡിയ, ജെൻഡർ റോൾസ് ഇൻ അഡ്വർടൈസ്മെന്റ്, ദ പോർട്രേറ്റ് ഓഫ് ജെൻഡർ ഇൻ മാസ് മീഡിയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജെൻഡർ റോൾസ് ഇൻ മാസ് മീഡിയ അനദർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. കോൺസിക്വൻസ് ഓഫ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഇൻ മാസ് മീഡിയ, സെയിം ക്വസ്റ്റ്യൻ. മെത്തേഡ്സ് ഓഫ് പ്രൊട്ടക്ടിങ് ഗേൾസ്, മെത്തേഡ്സ് ഓഫ് പ്രൊട്ടക്ടിങ് ഗേൾസ് ആൻഡ് വർക്കിംഗ് വുമൻ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മീഡിയ റോള്, സൊസൈറ്റിയുടെ റോള്, ഇന്ത്യയിലെ ഗവൺമെന്റ് കൊണ്ടുവന്ന ലോസ്, ഇതൊക്കെ ഇതിൽ പറയും. മെത്തേഡ്സ് ഓഫ് പ്രൊട്ടക്ടിങ് ജെൻഡർ, ഗേൾസ് ആൻഡ് വർക്കിംഗ് വിമൻ. റോൾ ഓഫ് എഡ്യൂക്കേഷൻ പ്രിവെന്റിംഗ് സെക്ഷൽ അബ്യൂസ് ആൻഡ് വയലൻസ്, അതിൽ റോൾ ഓഫ് എഡ്യൂക്കേഷൻ, റോൾ ഓഫ് കരിക്കുലം, റോൾ ഓഫ് സ്കൂൾ, റോൾ ഓഫ് ടീച്ചർ വരാം. എഡ്യൂക്കേഷന്റെ സ്ഥാനത്ത് റോൾ ഓഫ് കരിക്കുലം വരാം, റോൾ ഓഫ് ടെക്സ്റ്റ് ബുക്ക് വരാം, റോൾ ഓഫ് സ്കൂൾ വരാം, റോൾ ഓഫ് ടീച്ചർ വരാം ഇൻ പ്രിവെന്റിംഗ് സെക്ഷൽ അബ്യൂസ് ആൻഡ് വയലൻസ്. ജെൻഡർ ഇൻ advertisement and movies, gender advertisement മാത്രം വരാം, gender in movies വരാം. okay, and concept of self, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത concept of self, creating positive notion in children, role of education preventing sexual violence, law enacted by government for the safety of women and girls, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. the role of teacher in creating the positive attitude, ഇത് ആ റോൾ ഓഫ് കോൺസെപ്റ്റ് ഓഫ് സെൽഫുമായി ബന്ധപ്പെട്ടതാണ്. role of teacher in creating the positive attitude towards opposite gender.
ദെൻ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ വയലൻസ് നോക്കും. പിന്നെ റോൾ ഓഫ് ഫാമിലി ഇൻ സ്റ്റെബിലൈസിങ് ജെൻഡർ റോൾ ഓഫ് സൊസൈറ്റി ഇൻ സ്റ്റെബിലൈസിങ് ജെൻഡർ ഇപ്പോഴുള്ള ആണിങ്ങനെ ആയിരിക്കണം, പെണ്ണിങ്ങനെ ആയിരിക്കണം, ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ റോൾ ഓഫ് പാരന്റ് വരാം, റോൾ ഓഫ് ഫാമിലി വരാം, റോൾ ഓഫ് സൊസൈറ്റി വരാം, റോൾ ഓഫ് റിലീജിയൻ വരാം, റോൾ ഓഫ് കൾച്ചർ വരാം, റോൾ ഓഫ് സൊസൈറ്റി വരാം. ഓക്കെ, സ്റ്റെബിലൈസിംഗ് എന്നുള്ള വാക്കിനർത്ഥം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോഴത്തെ ജെൻഡർ റോൾ അതേപോലെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ ഇവരുടെ റോൾ എന്താണ്? അപ്പൊ ആണ് കരയരുത്, പെണ്ണ് ശബ്ദം ഉണ്ടാക്കരുത്, പെണ്ണ് പുറത്തേക്ക് ഇറങ്ങരുത്, ആണ് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെ ചെയ്യുന്നതിൽ റോളൈസേഷൻ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളായിട്ട് ഇമ്പാക്ട് ഓഫ് മീഡിയ ഓൺ ജെൻഡർ റോൾസ് അത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് കഴിഞ്ഞ 3 വർഷം തന്നെ എനിക്ക് 4-5 പ്രാവശ്യം 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ 4-5 പ്രാവശ്യം വന്നിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാം. Then theory of self, again repetition, creating positive image, body objectification, role of media, teacher and education. ഈ ബോഡി ഒബ്ജക്ടിഫിക്കേഷൻ അതില്ലാതിരിക്കുക, അത് ഒഴിവാക്കാൻ പറ്റുള്ള മീഡിയയുടെ അല്ലെങ്കിൽ ടീച്ചറിന്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ റോൾ. ജെൻഡർ റോൾസ് ഇൻ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് കരിക്കുലം, കോസസ് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ, സോ ഞാൻ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ തന്നെ എത്രയോ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ചില റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. സോ യു ചെക്ക് ഒക്കെ yourself whether you can answer this question. അപ്പോൾ ഈ ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യനും ഒരു 5 to 8 പോയിന്റ്സ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു 8 പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എസ്എ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി കഴിയും. ഒരു 5 പോയിന്റ് മിനിമം വേണ്ടി ഒരു എസ്എ ക്വസ്റ്റ്യൻ എഴുതാം. അതിൽ 3 പോയിന്റ് ശരിക്കും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതാം. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും 5 to 8 പോയിന്റ്സ് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ you can easily pass and score a good mark. Now if you have any doubts you can ask. സാർ ഇന്ന് സ്റ്റാർട്ടിങ് കാണിച്ച സ്ലൈഡുകളൊന്ന് കാണിച്ചു തരുമോ? ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കുറച്ച് നേരം വൈകി. സ്ലൈഡ് ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുവരെ ബാക്കിയുള്ള 3 സ്ലൈഡ് ഇതുവരെയുള്ള എല്ലാ സ്ലൈഡും ഷെയർ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 4 വരെയുള്ളൂ. ഓക്കെ, ഇത് മീഡിയയുടെ റോൾ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് സ്ലൈഡ്. ജെൻഡർ റെപ്രസെന്റേഷൻ ഇൻ മീഡിയ, ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിൽ കുറഞ്ഞ പോയിന്റുകൾ മാത്രം. ഇത് ടൈറ്റിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ജെൻഡർ റെപ്രസെന്റേഷൻ ഇൻ മീഡിയ, അത് ജെൻഡർ റെപ്രസെന്റേഷൻ ഇൻ ഫിലിം, ജെൻഡർ റെപ്രസെന്റേഷൻ ഇൻ അഡ്വർടൈസ്മെന്റ്, ജെൻഡർ റെപ്രസെന്റേഷൻ ഇൻ മാസ് മീഡിയ, ജെൻഡർ റെപ്രസെന്റേഷൻ ഇൻ ന്യൂസ് മീഡിയ. ഇങ്ങനൊക്കെ ക്വസ്റ്റ്യൻ മാറി മാറി വരാം, സെയിം ആൻസർ ആയിരിക്കും ഉണ്ടായി. ഇതും അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റീരിയോടൈപ്പിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ജെൻഡർ മീഡിയയുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ പറയുന്നതൊക്കെ. Then ഈ ടേമുകൾ അണ്ടർ റെപ്രസെന്റേഷൻ, മിസ് റെപ്രസെന്റേഷൻ, മെയിൽ ഗേസ്, ടോക്സിക് മാസ്കുലിനിറ്റി. അണ്ടർ റെപ്രസെന്റേഷൻ മിസ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞത് അത് മിസ്സായി. അതായത് അണ്ടർ റെപ്രസെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണ്ടത്ര റെപ്രസെന്റേഷൻ കൊടുക്കാതിരിക്കുക. ഓക്കെ, ഇപ്പൊ ഒരു 2 മണിക്കൂർ മൂവിയാണെന്ന് വിചാരിക്കുക. അതിൽ 1.5 മണിക്കൂർ ഹീറോയും ഹീറോയുടെ ഫ്രണ്ട്സും ആണ്. ഓക്കെ, അരമണിക്കൂർ മാത്രമാണ് ഹീറോയുടെ അമ്മ അല്ലെങ്കിൽ ഹീറോയിന്റെ പെങ്ങളൊക്കെ വരുന്നത്. അരമണിക്കൂർ മാത്രമാണ്. അതായത് അണ്ടർ റെപ്രസെന്റേഷൻ. അല്ലെങ്കിൽ ഒരു ബൈസെക്ഷനെ തീരെ ഒരു മൂവിയിൽ കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഹെട്രോസെക്ഷനെ മൂവിയിൽ തീരെ കാണിക്കാതിരിക്കുക, ഒരു ഗേ ലെസ്ബിയനെ മോശമായി കാണിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടത്ര സ്പേസ് കൊടുക്കാതിരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് അണ്ടർ റെപ്രസെന്റേഷൻ. ഒരു വ്യക്തിക്ക് അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കുന്ന ഒരു അണ്ടർമൈനിങ് സമ്മൺ. സോറി, അണ്ടർമൈനിങ് സമ്മൺ അത്രല്ലേ ഉദ്ദേശിക്കണുള്ളൂ? അതെ, അതെ. അതായത് അവർക്ക് വേണ്ട ഒരു സ്ക്രീൻ സ്പേസ്, അവർക്ക് ഡയലോഗ്സ് കുറവായിരിക്കും. മീഡിയ എടുക്കുകയാണെങ്കിൽ, മൂവി എടുക്കുകയാണെങ്കിൽ ഡയലോഗ് കുറവായിരിക്കും ആക്ട്രസിന്, അല്ലെങ്കിൽ ആക്ട്രസിന്റെ ഡയലോഗ് അത്രത്തോളം പ്ലോട്ടുമായി ബന്ധപ്പെട്ടതാവണമെന്നില്ല. അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോലെ അണ്ടർമൈനിങ്, അവർ അർഹിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യം അവർക്ക് കൊടുക്കാതിരിക്കുക. ദാറ്റ് ഈസ് അണ്ടർ റെപ്രസെന്റേഷൻ. മിസ് റെപ്രസെന്റേഷൻ തരോ പിന്നെ മറ്റൊന്ന്, അതായത് അവരെങ്ങനെയാണോ റിയാലിറ്റിയിൽ ഉള്ളത് അതല്ലാത്ത രൂപത്തിൽ കാണിക്കുക. ഒരു ഗേ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു മാന്യനായിരിക്കാം ഇൻ റിയൽ ലൈഫിൽ, പക്ഷെ അയാളെ സിനിമയിൽ എപ്പോഴും മോശക്കാരായിരിക്കും, വില്ലനായിട്ടായിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ ലെസ്ബിയൻ എന്നുള്ളൊരു പെണ്ണ് അവിടെ നല്ല സ്വഭാവക്കാരി ആയിരിക്കാം, പക്ഷെ മീഡിയയിൽ എപ്പോഴും അവിടെ മോശക്കാരിയായിരിക്കും. അതെ, ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കാണിക്കുക, കരിങ്ങിയവരെ മിസ് റെപ്രസെന്റ് ചെയ്യുക, അവരെ പിന്നെ അവരൊരു അൺറിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്യും. ക്ലിയർ?
സോ അണ്ടർ റെപ്രസെന്റേഷൻ ആൻഡ് മിസ് റെപ്രസെന്റേഷൻ ഇത് രണ്ട് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഫിലിമിലാവാം, അഡ്വർടൈസ്മെന്റിലാവാം, അതല്ലെങ്കിൽ ന്യൂസിലെ കണ്ടന്റ് ആയിട്ടും. ദെൻ മെയിൽ കേസ്, ഫീമെയിലിനെ കാണിക്കുന്ന ഒരാണിന്റെ കാഴ്ചപ്പാടാണ്. ഫീമെയിലിന്റെ പിന്നെ പെർസ്പെക്റ്റീവിലല്ല കാണിക്കുന്നത്, ഫീമെയിലിനെ മെയിലിന്റെ പെർസ്പെക്റ്റീവിലാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് മെയിൽ കേസ്, കോൺസെപ്റ്റ് ഓഫ് മെയിൽ കേസ്. ക്ലിയർ? ടോക്സിക് മാസ്കുലിനിറ്റി, ഒരു യഥാർത്ഥ പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറെ സ്റ്റീരിയോടിപ്പിക്കൽ കാഴ്ചപ്പാടുണ്ടാവും. അതെല്ലാം പിന്നെ ഇന്റർലൈസ് ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാൾ. ദുഃഖം വന്നാലും ദുഃഖം പ്രകടിപ്പിക്കാതെ, സ്നേഹം ഉണ്ടെങ്കിലും ചിരിക്കാതെ ഒക്കെ എപ്പോഴും മീശൊക്കെ പിരിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളാണ് നമ്മൾ ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. Then gender biased language, okay, മെയിൽ ഡോമിനേറ്റഡ് ആണ് എല്ലാ ലാംഗ്വേജും. നിങ്ങൾക്ക് മലയാളത്തിലോ തമിഴിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിനോ ഏത് ലാംഗ്വേജിലാണെങ്കിലും ലാംഗ്വേജിൽ നമുക്കതിന് എക്സാമ്പിൾസ് കണ്ടെത്താൻ വേണ്ടി കഴിയും. ക്ലിയർ? എനി അതർ ഡൗട്ട്സ്? ഈ ലാസ്റ്റ് കൊടുത്ത ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിന്റെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, പക്ഷെ അറ്റ്ലീസ്റ്റ് പോയിന്റുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതിന് ഒരേ പോയിന്റ്, ഇപ്പൊ പോർട്ടൽ ഓഫ് ജെൻഡർ ഇൻ മാസ് മീഡിയ എന്നുള്ളതും ജെൻഡർ റോൾസ് ഇൻ മാസ് മീഡിയ എന്നുള്ളതും കോൺസിക്വൻസ് ഓഫ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഇൻ മാസ് മീഡിയ, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് ഒരേ ആൻസർ ചെയ്യാൻ വേണ്ടി ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു 10 പോയിന്റ്സ് ഒരു 8 പോയിന്റ്സ് കണ്ടെത്തിയാൽ യു ക്യാൻ ആൻസർ ടു എനി ക്വസ്റ്റ്യൻ. Okay. Any other doubts? Do you need any more clarification, explanation, examples, anything? Okay, now if you have any doubts, you can ask. Otherwise, you can leave the platform. Thank you all and have a